നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. കേന്ദ്രമന്ത്രി വി മുരളീധരന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രത്തിന്റെ അപ്പോസ്തലന്മാരുടെ വിദണ്ഡ വാദങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ ഇപ്പോഴുള്ള നല്ല അന്തരീക്ഷം മാറുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രത്തിന്റെ പ്രതികരണം വി മുരളീധരൻ്റേതായിരിക്കില്ല എന്ന് വിശ്വസിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. നേരത്തെ വി മുരളീധരൻ സംസ്ഥാനം, അതായത് കേരളം, സ്വന്തം നിലയ്ക്ക് വാക്സിൻ വാങ്ങണം എന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് ഈ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ അത് പൊതുവിലുണ്ടാകേണ്ട ഒരു അന്തരീക്ഷമല്ല ഉണ്ടാകുക. കേന്ദ്രത്തിൻ്റെ അപ്പോസ്തലന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഇത്തരത്തിലുള്ള വിദണ്ഡവാദങ്ങൾ ഉന്നയിച്ചാൽ അത് ഈ അന്തരീക്ഷം അങ്ങ് മോശമാക്കുകയാണ് ചെയ്യുക. നാട്ടിൽ ഉയർന്നു വരേണ്ട ഒരു യോജിപ്പിൻ്റേതായ അന്തരീക്ഷം ഇല്ലാതാക്കുകയാണ് ചെയ്യുക. കേന്ദ്ര ഗവൺമെൻറ് വഹിക്കാനുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെൻറ് വഹിക്കണം എന്നൊരു സംസ്ഥാനം ആവശ്യപ്പെടുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ളൊരു ഭീതി സംസ്ഥാനത്ത് ഉയർന്നു വരികയില്ല. ഇതിനകത്ത് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ അത് കൃത്യമായി സംസ്ഥാന ഗവൺമെൻറ് നിർവഹിക്കുമെന്നാണ് ഇതേവരെയുള്ള അനുഭവം. ഇനിയും അത് തുറന്നും ഉണ്ടാവുകയും ചെയ്യും. ഇതിൽ അല്പം ഉത്തരവാദിത്വ ബോധത്തോടെ കാര്യങ്ങൾ കാണുന്നതാണ് നല്ലത് എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയേന്ദ്രൻ മാസ്റ്റർ, ഡോക്ടർ മുരളീധരൻ IMA സംസ്ഥാന വൈസ് പ്രസിഡന്റ്, PK ശ്രീമതി ടീച്ചർ മുൻ ആരോഗ്യമന്ത്രി, റെജി ലൂക്കോസ് രാഷ്ട്രീയ നിരീക്ഷകൻ, A ഷുക്കൂർ കോൺഗ്രസ് നേതാവ് തുടങ്ങിയവരാണ് വിവിധയിടങ്ങളിൽ നിന്ന്. ആദ്യം ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ, മുൻപ് പിണറായി വിജയൻ വാക്സിൻ സംസ്ഥാനത്ത് സൗജന്യമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുകയായിരുന്നു, കേന്ദ്രം സൗജന്യമായി കൊടുക്കുന്നതാണ് കേരളം മുഖ്യമന്ത്രി സൗജന്യമായി ഇവിടെ കൊടുക്കുമെന്ന് പറയുന്നത് എന്ന നിലയിലാണ് അതിനെ അവതരിപ്പിച്ചത്. ഇപ്പോൾ വി മുരളീധരൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പറയുന്നു സംസ്ഥാനം സ്വന്തം നിലയ്ക്ക് വാക്സിൻ വാങ്ങി വിതരണം ചെയ്യണമെന്ന്. അതായത് കേന്ദ്ര സർക്കാരിന് 150 രൂപയ്ക്ക് ലഭിക്കുന്ന വാക്സിൻ സംസ്ഥാന സർക്കാർ ഒരു ഡോസിന് 400 രൂപ എന്ന നിരക്കിൽ വാങ്ങി നൽകണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായം മാറ്റലായി അത് മാറുന്നില്ലേ ശ്രീ ജയേന്ദ്ര മാസ്റ്റർ? നികേഷേ, കേന്ദ്ര ഗവൺമെന്റ് യഥാർത്ഥത്തിൽ പ്രതിരോധ മരുന്നിന് വില നിശ്ചയിക്കുന്നതിന് മുമ്പ് അന്ന് മാർക്കറ്റിൽ ഏതാണ്ട് 1000 രൂപ 1500 രൂപ ഇതിന് വില വരും എന്നൊക്കെ പറഞ്ഞൊരു കാലഘട്ടത്തിലായിരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു എന്ത് വന്നാലും ശരി മുഴുവൻ ഞങ്ങൾ വിതരണം ചെയ്യും സൗജന്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നല്ലൊരു ശതമാനത്തോളം കേന്ദ്രം വഹിച്ചു കഴിഞ്ഞു. ഇപ്പൊ സംസ്ഥാനത്തിന്റെ കയ്യിൽ അത്രയും പണം സാമ്പത്തികമായിട്ട് ഉണ്ട്. നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് ഒരു നയാ പൈസ പോലും സഹായിച്ചിട്ടില്ലെങ്കിൽ പോലും പൂർണ്ണമായും കേരളത്തിന് വിതരണം ചെയ്യാൻ ആവശ്യമായ പണം നമ്മുടെ കൈവശം ഒരുക്കി വെച്ചിരിക്കുന്നു കേരളം. അപ്പൊ സത്യത്തിൽ കേന്ദ്രം ഇത്രയും കേരളത്തിന്റെ കയ്യിൽ പണമുണ്ടെന്ന് ആര് പറഞ്ഞു ശ്രീ ജയേന്ദ്ര മാസ്റ്റർ? അല്പം മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ ഒരു വർഷക്കാലം കോവിഡ് വിരുദ്ധ പ്രവർത്തനത്തിനായി പണം ചെലവഴിച്ച് നടുവൊടിഞ്ഞ കേരളത്തിന്റെ മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കരുത് എന്നാണ്. അപ്പൊ നികേഷ്, ഏത് അർത്ഥത്തിലായിരുന്നു അന്ന് കേന്ദ്രം സൗജന്യമായിട്ടാണോ വിതരണം ചെയ്യുന്നത്? അതിന്റെ ഒരു ഡോസിന്റെ വില പോലും നിശ്ചയിക്കുന്നതിന് മുമ്പ് കേരളം അത് സൗജന്യമായി വിതരണം ചെയ്യുമെന്ന അവകാശവാദം പണമില്ലാത്ത കേരളം നടത്തിയതായിരുന്നുവോ? അപ്പൊ അതൊക്കെ മുഖ്യമന്ത്രി കേരളത്തിന് അക്കാര്യത്തിൽ നിശ്ചയദാർഢ്യമുണ്ട്. ഇനിയിപ്പോ കേന്ദ്രം സൗജന്യമായി തരില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ എന്താണ്, ഈ വി മുരളീധരന്റെ വിദണ്ഡവാദങ്ങളൊന്നും ആയിരിക്കില്ല കേന്ദ്ര സർക്കാരിൻ്റേത് എന്ന പ്രതീക്ഷയാണ്. ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാർ പറയുകയാണ് മേലിൽ സൗജന്യം നൽകുന്നില്ല, സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോവിഷീൽഡ് ഒക്കെ സ്വന്തം നിലക്ക് വാങ്ങാവുന്നതാണെന്ന് പറഞ്ഞാൽ കേരളം അത് വില കൊടുത്ത് വാങ്ങുകയും അത് സൗജന്യമായി നൽകുകയും ചെയ്യും. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായം മാറ്റി പറയുന്നവരല്ല എന്ന്. അല്ല, കേന്ദ്രവും അങ്ങനെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് തന്നെയല്ലേ നികേഷെ കേരളം പറഞ്ഞത് ഞങ്ങൾ സൗജന്യം വിതരണം ചെയ്യും. ഇത് വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. ആസാമും ഉത്തർപ്രദേശും ഒക്കെ ഈ തരത്തിലാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോഴും പറഞ്ഞു അവർ ആ അർത്ഥത്തിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ കേരളം ചെയ്യുന്നത് വലിയൊരു ഔദാര്യം. കേന്ദ്രത്തിന്റെ നയം എന്ന് പറയുന്നത് വാക്സിൻ സൗജന്യമല്ല എന്നായിരിക്കുന്നു അല്ലെ? ഇപ്പൊ ഉത്തർപ്രദേശും അസമും ആ ഉദാഹരണം വി മുരളീധരനും ചൂണ്ടിക്കാണിച്ചു. അതായത് സ്വന്തം നിലയ്ക്ക് അവർ വാങ്ങുന്നു, എന്നിട്ട് ആളുകൾക്ക് പണം ഈടാക്കി അത് വിതരണം ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ കേന്ദ്രം ഇനിയിപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നു, വാക്സിൻ സൗജന്യമല്ല.
കേന്ദ്രം ഈ ഇപ്പോഴുള്ള നിലപാട് പറഞ്ഞു കഴിഞ്ഞു. സംസ്ഥാനങ്ങൾക്ക് പൊതുമാർക്കിൽ നിന്ന് വാങ്ങിയിട്ട് വിതരണം ചെയ്യാവുന്നതാണ്. സംസ്ഥാനത്തെ പരമാവധി സഹായിച്ചു കഴിഞ്ഞു. ഇനി നാളെ നയത്തിലുണ്ടാകുന്ന മാറ്റം അനുസരിച്ച് ഒരുപക്ഷെ പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ കേന്ദ്രവുമായി കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇങ്ങനൊരു മഹാമാരി കാലഘട്ടത്തില് സൗജന്യമായി വാക്സിൻ നൽകും എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? അല്ല, കേന്ദ്രം അങ്ങനെ ഒരു ഉറപ്പ് എവിടെയായിരുന്നു നൽകിയത് നികേഷേ? കേന്ദ്രം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ കൃത്യമായി പറഞ്ഞിരുന്നു വാക്സിൻ ഞങ്ങൾ സൗജന്യമായി. മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ് ഏറെ കാലം കഴിഞ്ഞതിന് ശേഷമാണത് പറഞ്ഞത് എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. പക്ഷേ കേന്ദ്രം സൗജന്യമായി നൽകുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി കൃത്യമായി പറഞ്ഞിരുന്നു. അതെ, ആ നിലപാട് ഇത്രയും കാലം തുടർന്നു വന്നില്ലേ? ഇപ്പൊ 45 വയസ്സിൽ കൂടുതലുള്ള ആളുകൾക്ക് സൗജന്യമായിട്ട് വിതരണം ചെയ്യാം. കേരളത്തിന് ആവശ്യമുള്ളത് നമ്മൾ വിതരണം ചെയ്യാൻ തയ്യാറാണ്. അത് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു. ആ നിലപാടിൽ നിന്നും കേന്ദ്രം പുറകോട്ട് പോയിട്ടില്ല. അല്ല, ഇപ്പൊ പറയുന്നത് നിങ്ങൾ സ്വന്തം നിലക്ക് 45 വയസ്സ് വരെയുള്ള കാര്യത്തിൽ ഇപ്പൊ പറയുന്നത് നിങ്ങൾ സ്വന്തം നിലക്ക് മേടിച്ചു. ഇതുവരെ 45 വയസ്സ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ മെയ് 1-ാം തീയതി 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും കോവിഡ് വാക്സിൻ നൽകണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 3.5 കോടി ജനങ്ങൾക്ക് കോവിഡ് വാക്സിൻ നൽകേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോഴാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പറയുന്നത് നിങ്ങൾ സ്വന്തം നിലക്ക് വാങ്ങി വിതരണം ചെയ്തോളൂ എന്ന്. അത് നേരത്തെ നൽകിയ ഉറപ്പിന് വിരുദ്ധമാണ് സർ. അല്ല നികേഷ്, അതൊരു ഉറപ്പിന്റെ വിഷയമില്ലല്ലോ. കേന്ദ്രം തരുന്നതിന്റെ മുമ്പ് തന്നെ, കേന്ദ്രം സൗജന്യം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തയ്യാറെടുത്ത ഒരു സംസ്ഥാനത്തിന് ഇത്രയും കാലം കിട്ടിയത് വലിയൊരു സഹായമായിട്ട് നമ്മൾ കണ്ടാൽ പോരെ? സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കുന്നതിൽ കേന്ദ്രത്തിന് ബാധ്യതയുള്ളതുപോലെ കേരളത്തിനുമുണ്ട്. ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. PK ശ്രീമതി ടീച്ചർ, മുൻ ആരോഗ്യമന്ത്രി നമ്മോടൊപ്പം ഉണ്ട്. ശ്രീമതി ടീച്ചർ, നേരത്തെ തന്നത് ഔദാര്യമായി കണക്കാക്കി നിങ്ങൾക്ക് പൈസ കൊടുത്ത് മേടിച്ചൂടെ? വളരെ വളരെ ഒരു തമാശയാണ് എനിക്ക് ഇത്തരം പരാമർശങ്ങള് കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികളുടെയും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഇത്തരം പരാമർശങ്ങള് സത്യത്തില് അത്ഭുതവും കുറച്ച് തമാശയും തോന്നുകയാണ്. കാരണം നമ്മുടെ രാജ്യത്ത് എത്രയോ കാലമായിട്ട് പല മഹാമാരികൾക്കും എതിരായിട്ടുള്ള വാക്സിൻ കൊടുത്തുകൊണ്ടുവരുന്നത് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് ഏത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് നോക്കിയിട്ടല്ല. ഇപ്പൊ ഉദാഹരണം പോളിയോ വാക്സിൻ ഒക്കെ ശരിയാണ്. പക്ഷേ സദാനന്ദ മാസ്റ്റർ ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര സർക്കാർ കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകുമെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ കോവിഡ് വാക്സിൻ സൗജന്യമായും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ആ നിലയിലുള്ള ഒരു തയ്യാറെടുപ്പ് എന്തായാലും സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ കോവിഡ് വാക്സിൻ സൗജന്യമായിട്ടായിരിക്കില്ല, അല്ലെങ്കിൽ കോവിഡ് വാക്സിൻ വില കൊടുത്ത് വാങ്ങേണ്ടി വരും എന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ധൃതിയിൽ സാധനം വേണം. നിങ്ങൾക്ക് പെട്ടെന്ന് ആളുകളിലേക്ക് ഇത് എത്തിക്കണമെങ്കിൽ കേന്ദ്രം വാങ്ങുന്നത് 50% വാക്സിൻ മാത്രമാണ്. ബാക്കിയുള്ളത് പൊതുവിപണിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളതാണ്. ആ പൊതുവിപണിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് നിങ്ങൾ വാങ്ങി ത്വരിതപ്പെടുത്തൂ എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് വി മുരളീധരന്റെ നയം. മനുഷ്യന്റെ ജീവൻ തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയുടെ സന്ദർഭത്തില് ഒരു രാജ്യത്തെ ആകമാനം ഒന്നിച്ചു കാണാതെ കേന്ദ്രം ഒന്ന് വേറെ സംസ്ഥാനങ്ങൾ ഒന്ന് വേറെ എന്ന് കാണുന്നത് തന്നെ അങ്ങേയറ്റം സങ്കുചിത രാഷ്ട്രീയമാണ്. അത് ഈ കാര്യത്തിനെങ്കിലും രാഷ്ട്രീയം മാറ്റിവെച്ചുകൂടെ ഇന്ത്യൻ ഭരണാധികാരികൾക്ക്, കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക്? ഇവിടെ രാഷ്ട്രീയം ഒരു പ്രശ്നമായിട്ട് എന്തിനു എടുക്കുന്നു? നിങ്ങൾ വാങ്ങിക്കോളൂ, ഞങ്ങൾ കേന്ദ്രത്തിന് ഇത്രയേ തരാനുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങേയറ്റം ബാധികമാണ്. കാരണം ഇന്ത്യക്കകത്ത് നിലനിന്ന് ഇവിടെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട് ശ്രീമതി PK ശ്രീമതി ടീച്ചർ. 150 രൂപയ്ക്ക് കേന്ദ്രത്തിന് വാക്സിൻ നൽകുന്നു. കേരളം അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ അത് വാങ്ങുമ്പോൾ 400 രൂപ എന്നുള്ളതാണ്. അതും വിവേചനമായി കാണേണ്ടതാണ്. നികേഷ്, ഈ 150 രൂപയുടെയും 400 രൂപയുടെയും കണക്ക് തന്നെ പറയണ്ട. നമ്മുടെ രാജ്യത്ത് ഇന്ന് ലഭിക്കുന്ന നികുതി പണത്തിന്റെ എത്ര ശതമാനം ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി കൊടുത്താലും അത് അധികമല്ല. കാരണം വാക്സിനേഷൻ എന്ന് പറയുന്നത് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയത് കാലം മുതൽക്ക് തുടങ്ങിയതാണ്. അതിന് മുൻപ് തുടങ്ങിയതാണ്. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റാണ് ഇത് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് വസൂരിക്കെതിരെ, മലേറിയക്കെതിരെ, ചിക്കൻ ബോക്സിനെതിരെ, മന്തിനെതിരെ, റുവെല്ലക്കെതിരെ, അതുപോലെ H1N1-നെതിരെ എല്ലാമുള്ള വാക്സിനേഷനും അതുപോലെ മരുന്നും
കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് യഥേഷ്ടം ലഭിച്ചിരുന്നു. അത് കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ സ്ഥിതിവിശേഷം വ്യത്യസ്തമാണല്ലോ. രാജ്യത്തെ 130 കോടി ജനങ്ങൾക്കും വാക്സിൻ നൽകേണ്ട അനിതര സാധാരണമായ സാഹചര്യം, ഒറ്റയടിക്ക് വാക്സിൻ നൽകേണ്ട അനിതര സാധാരണമായ സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ സംജാതമായിട്ടുള്ളത്. ഷിമ ടീച്ചർ, ഈ ഇന്നിപ്പോ വി മുരളീധരനായാലും കെ സുരേന്ദ്രനായാലും പറയുന്നത് കേരളം ഭീതി സൃഷ്ടിക്കുന്നു എന്നാണ്. ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രിയെ കോട്ട് ചെയ്തുകൊണ്ട് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഒറ്റയടിക്ക് 50 ലക്ഷം വാക്സിൻ വേണം എന്നും 2 ലക്ഷം വാക്സിൻ മാത്രമേ ബാക്കിയുള്ളൂ എന്നും ആരോഗ്യമന്ത്രി പറയുകയാണ്. അപ്പോൾ ജനങ്ങൾ വല്ലാതെ സംഭ്രമത്തിലാകുന്നു. ഉടനെ വാക്സിൻ കേന്ദ്രങ്ങളിൽ തള്ളിക്കയറുന്നു. പ്രത്യേകിച്ച് പ്രായാധിക്യം ചെന്നവർ തള്ളിക്കയറുന്നു. ഇങ്ങനെ കേരളം സംസ്ഥാനം ഒരു രാഷ്ട്രീയം കളിക്കുകയോ അല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരെ ജനങ്ങളെ തിരിക്കുകയോ ചെയ്യുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ കാണരുത്. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വാക്സിനേഷൻ സൗജന്യമായിരിക്കുമെന്ന് പറഞ്ഞത് ജനങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം വാക്സിൻ കേന്ദ്രത്തിൽ നിന്ന് കിട്ടും. അത് ചർച്ചയിലൂടെ വന്നിട്ടുള്ളൊരു കാര്യമാണ്. മുൻപുള്ള കീഴ്വഴക്കം അതാണ്. അപ്പൊ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്വമാണ് ഓരോ മനുഷ്യന്റെയും ജീവൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു മഹാമാരി ലോകത്താകെ പടർന്നു പിടിച്ച ഈ മഹാമാരിക്കെതിരെ ഒരു യുദ്ധം, ബാക്കി എല്ലാ ചെലവുകളും സംസ്ഥാനം വഹിക്കുന്നുണ്ട്. പക്ഷെ വാക്സിന്റെ ചെലവെങ്കിലും രാജ്യം ഭരിക്കുന്നവർ വഹിക്കണം എന്നുള്ളത് സാമാന്യമായ ഒരു യുക്തിക്ക് നിരക്കുന്ന ഒന്നല്ലേ? അല്ലേ? സാമാന്യമായി ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോ ഇത് കൃത്യമായിട്ട് അതിന്റെ ഒരു വസ്തുതയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. 2 ലക്ഷം വാക്സിൻ മാത്രമേ ഉള്ളൂ. പക്ഷെ കേരളത്തിൽ നമുക്ക് 50 ലക്ഷം വാക്സിൻ ഡോസ് വേണം എന്നുള്ളത് വസ്തുത പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് ഈ കേരളത്തിലെ ജനങ്ങളെ ഭീതിയിലാക്കാനോ പരിഭ്രാന്തപ്പെടുത്താനോ ഉള്ളതല്ല. അതൊക്കെ ദയവായി തുടരുക ഷിമ ടീച്ചർ. ഞാൻ മടങ്ങിയെത്താം. ഡോക്ടർ മുരളീധരൻ, ഇപ്പോഴുള്ള ഈ വാക്സിൻ കേന്ദ്രങ്ങളിലെ തിക്കും തിരക്കും ഏത് തരത്തിലുള്ള മാനസികാവസ്ഥയാണ് തെളിയിക്കുന്നത്? 45 കഴിഞ്ഞവർക്കുള്ള വാക്സിൻ തുടങ്ങുന്ന ഏപ്രിൽ 1-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് ഒരു വാക്സിൻ കേന്ദ്രത്തിൽ, മെഡിക്കൽ കോളേജ് വാക്സിൻ കേന്ദ്രത്തിൽ ഞാൻ പോയപ്പോൾ എനിക്ക് മുമ്പ് 8 പേർ മാത്രമായിരുന്നു അവിടെ വാക്സിൻ എടുത്തിരുന്നത്. ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല, ആർക്കും അങ്ങനെ ഒരു ധൃതിയും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും വാക്സിന് വേണ്ടി വലിയ നിലയിലുള്ള തിരക്ക് വാക്സിൻ കേന്ദ്രങ്ങളിൽ അനുഭവപ്പെടുന്നു. അത് ഈ 2ാം വ്യാപനം ഒരു കൊടുങ്കാറ്റായി മാറി, പ്രധാനമന്ത്രിയുടെ വാക്കാണത്, ഒരു കൊടുങ്കാറ്റായി മാറി എന്നുള്ളതും ഒക്കെ ആ സാഹചര്യമൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണോ? അതായത് നമുക്ക് പെട്ടെന്ന് വാക്സിൻ ആളുകൾക്ക് 3.5 കോടി ജനങ്ങളുണ്ടെങ്കിൽ 3.5 കോടി ജനങ്ങൾക്കും ഉടൻ വാക്സിൻ കൊടുത്തത് ഈ വ്യാപനം ഇനിയിപ്പോൾ 2-3 മാസം തുടരുകയാണെങ്കിൽ സ്വാഭാവികമായി എല്ലാവരും വാക്സിൻ എടുക്കാൻ തുനിയുമല്ലോ. അപ്പോൾ ഈ 2-3 മാസങ്ങൾക്കുള്ളിൽ നമ്മൾ വാക്സിൻ കൊടുത്തു തീർക്കേണ്ട സാഹചര്യം കേരളത്തിൽ സംജാതമായിട്ടുണ്ടോ ഡോക്ടർ മുരളീധരൻ? നികേഷ്, അത് നമ്മുടെ മനുഷ്യന്റെ അടിസ്ഥാനപരമായ ചില ചോദനകളാണ് അത് വെളിവാക്കുന്നതെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് എവിടെയാണോ ഒരു സാധനം നിഷേധിക്കപ്പെടുന്നത് അത് കരസ്ഥമാക്കാനാണ് മനുഷ്യന്റെ അടിസ്ഥാനപരമായ എന്ന് പറയുന്നതിൽ തെറ്റില്ല. വിശ്ലേഷകരൊക്കെ അത് അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് എളുപ്പത്തിൽ കിട്ടും തോന്നുമ്പോൾ മനുഷ്യൻ അത് ആവശ്യമില്ല. പക്ഷെ കിട്ടാതിരിക്കുന്നു അല്ലെങ്കിൽ അത് അകന്നു പോകുന്നു തോന്നുമ്പോൾ അത് പിടിച്ചെടുക്കാനുള്ള ഒരു അടിസ്ഥാനപരമായ ത്വര മനുഷ്യൻ എന്ന ജീവിക്കുന്നുണ്ട്. അതിന്റെ ഒരു ബേസ്ഫലനം മാത്രമാണ് നമ്മൾ ഈ കോവിഡ് വാക്സിന്റെ കാര്യത്തിൽ കാണുന്നത്. അപ്പൊ നമ്മുടെ വാക്സിന്റെ കാര്യത്തിൽ നമുക്ക് ഈ പ്രാവശ്യം നേരത്തെ ടീച്ചറൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു വലിയൊരു മഹാമാരി വന്ന് നമ്മുടെ ലോക ജനതയെ തന്നെ വിഭ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഭീതി ഇപ്പൊ 2ാം വരവോട് കൂടി വല്ലാതെ കൂടിയിട്ടുണ്ട്. കാരണം ഇത് വളരെ വ്യത്യസ്തമായ ഒരു ഇൻഫെക്ഷനാണ്. കാരണം നമ്മുടെ കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ വൈറസിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകൾ അത് കാണിക്കുന്നുണ്ട്. കാരണം സാധാരണ വൈറസുകളൊക്കെ ഇത്രത്തോളം അതിജീവന ശേഷി കാണിക്കുന്ന വൈറസ് സാധാരണ കുറവാണ്. കാരണം നമുക്കറിയാം, നമ്മളെ ഒരു കൊറോണ വൈറസ് സാധാരണ നമ്മൾ 6 കൊറോണ വൈറസ് ഉണ്ട് മനുഷ്യനെ ബാധിക്കുന്നത്. അത് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു സീസണലായിട്ട് വന്ന് മനുഷ്യനെ സന്ദർശിച്ച് ചെറിയ ജലദോഷം ഉണ്ടാക്കി പോകുന്ന വൈറസുകളാണ്. പക്ഷെ ഈ വൈറസ് നമ്മളെ ആ കൊറോണ വൈറസിന്റെ സ്വഭാവം കാണിക്കുന്നതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്ന സ്വഭാവം കാണിക്കുന്നതോടൊപ്പം തന്നെ വളരെ കാര്യമായിട്ട് ഒരു അതിജീവന ശേഷി കൂടുതൽ കാണിക്കുന്ന ഒരു മോഡസ് ഓപ്പറാൻഡി കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഈ മ്യൂട്ടേഷൻസ്. ആ മ്യൂട്ടേഷൻസ് ഇപ്പോൾ 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3ാമത്തെ മ്യൂട്ടേഷൻ, ഡബിൾ മ്യൂട്ടേഷൻ ഇന്ത്യയിൽ വന്നു ആദ്യമായിട്ട്. ഇപ്പൊ 3ാമത്തെ മ്യൂട്ടേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ അത് കൂടാതെ തന്നെ വേറെ പ്രശ്നം വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ മലയാളികളെയും ഇന്ത്യയിലെയും ലോകത്തിലെ തന്നെ നമ്മൾ ഈ വാക്സിൻ ആശങ്കയെ കുറിച്ച് പറഞ്ഞാൽ മുഖ്യമന്ത്രിയോട് ആ ചോദ്യം വന്നു.
ഈ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ആണോ കേരളത്തിൽ ഇത്രയും വലിയ രണ്ടാം വ്യാപനത്തിനിടയാക്കിയത് എന്ന്? മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ദില്ലിയിലോ മഹാരാഷ്ട്രയിലോ ഇപ്പോൾ രണ്ടാം വ്യാപനം ഏറ്റവും ഗുരുതരമായ പ്രശ്നമായി മാറിയ ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മ്യൂട്ടേഷന്റെ സാന്നിധ്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നത് ആ നിലയിലുള്ള ഒരു മ്യൂട്ടേഷൻ അവിടെ ഉണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷേ അത് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് നല്ല വ്യക്തതയില്ല, അങ്ങനെ ഒരു പഠന റിപ്പോർട്ടില്ല. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വാക്സിന് വേണ്ടിയുള്ള തിക്കും തിരക്കും സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി നേരത്തെയുള്ള വ്യാപനത്തെക്കാൾ വലിയ വ്യാപനമാണ് രണ്ടാം ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടാം വ്യാപന ഘട്ടത്തിൽ ഈ മഹാമാരി കൂടുതൽ അപകടകരമാവുന്നു, കൂടുതൽ തീവ്രമായി വ്യാപിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ രണ്ടാം വ്യാപന ഘട്ടത്തിൽ ഈ വാക്സിന് വേണ്ടിയുള്ള തിക്കും തിരക്കും കൂട്ടിയത്. ഡോക്ടർ, രണ്ടാമത്തെ വ്യാപനത്തിന് വളരെ കൃത്യമായ കാരണങ്ങളുണ്ട് നികേഷ്. അതിന് ഒന്നാമത്തെ കാരണം നമ്മുടെ മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു ചോദന, അതായത് നമ്മൾക്ക് പിന്നെ ഒരു റെജിമെന്റേഷൻ വരുന്നു, ഒരു നിയമം വരുന്നു, അതിനെ അതിലംഘിക്കാൻ, അതിനെ നിഷേധിക്കാൻ മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഒരു വാസന വേറെയുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നമുക്കൊരു റെജിമെന്റേഷൻ വരുന്നു, നിയമം വരുന്നു, അതിനെ അതിലംഘിക്കണം. അപ്പൊ അത് കൂടാതെ നമ്മുടെ മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും മനുഷ്യന്മാർക്ക് വേറൊരു ചോദന, നമ്മുടെ ഒരു മടുപ്പ്. കുറെ കാലം ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നു, കൈ കഴുകുന്നു. അപ്പൊ ഇത് കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ഫറ്റീഗ് വരാണ്ട് നമുക്ക് ആ ഫറ്റീഗ്. അത് കൂടാതെ നമ്മുടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ആയാലും മാസ്കിന്റെ യൂസ് ആയാലും കൈ കഴിയുന്ന കാര്യത്തിൽ നമ്മൾ വളരെ പിന്നോക്കം പോയി. അത് നമ്മൾ ഏകദേശം ഉപേക്ഷിച്ചു. നമ്മുടെ പൊതു ഇടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കൈ കഴിയുന്ന സംവിധാനങ്ങൾ അപ്രത്യക്ഷമായതോടുകൂടി തന്നെ നമ്മുടെ ആ സോഷ്യൽ വാക്സിൻ എന്നുള്ള കാര്യം അപ്രസക്തമായി, അല്ലെങ്കിൽ അത് പതുക്കെ കടലെടുത്ത് പോകുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞ ഇലക്ഷൻ തന്നെയാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത്. കാരണം വെച്ചാൽ ഇല്ലാത്ത സ്ഥലത്ത് ഇലക്ഷൻ ഇല്ലാത്ത സ്ഥലത്ത് ഉണ്ടാവുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞു വരുന്നത്. അതിന്റെ കാരണം വെച്ചാൽ നമ്മുടെ ഈ രണ്ടാമത്തെ വൈറസിന്റെ RO ഫാക്ടർ, അതായത് റീപ്രൊഡക്ഷൻ നമ്പർ 4 ആണ്. നമ്മുടെ ആദ്യത്തെ കൊറോണ വൈറസിന്റെ റീപ്രൊഡക്ഷൻ നമ്പർ <2 ആയിരുന്നു. അതായത് ഒരാളിൽ നിന്ന് 4 പേർക്ക് പകരുന്നതാണ് ഇപ്പോഴത്തെ വൈറസ്. അപ്പോൾ നമ്മുടെ ആ തീക്കാറ്റ് പോലെ ഒരു സ്ഥലത്തും മറ്റു സ്ഥലത്തേക്ക് ഇത് പടരും. അപ്പൊ ഇലക്ഷൻ ഇല്ലാത്ത സ്ഥലത്തും ഉള്ള സ്ഥലത്തും ഒക്കെ ഇത് പ്രത്യക്ഷപ്പെടുന്നത് യാതൊരു സംശയവുമില്ല. ആ ഒരു തെറ്റിദ്ധാരണയാണ് അമേരിക്കയ്ക്ക് ഉള്ളത്. അമേരിക്ക വിചാരിക്കുന്നു അവിടുത്തെ ആളുകൾക്ക് മാത്രം വാക്സിൻ കൊടുത്താൽ അവർ സുരക്ഷിതരാണ്. അങ്ങനെയല്ല. ഡോക്ടർ മുരളി, ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ഷുക്കൂർ, വാക്സിൻ നയം മാറ്റമുണ്ടായിരിക്കുന്നു എന്നും അത് പിൻവലിക്കണമെന്നും ഒക്കെയാണെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുള്ളത്, സൗജന്യമായി നൽകണമെന്നുള്ളത്. ഈ വാക്സിൻ നമുക്ക് 130 കോടി ജനങ്ങളുണ്ടെങ്കിൽ 130 കോടി ജനങ്ങൾക്കും നൽകുക എന്നുള്ളതല്ലാതെ മറ്റൊരു പോംവഴി രാജ്യത്തിന് ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതായിപ്പോൾ രണ്ടാം വേവാണ് വന്നിരിക്കുന്നത്. ഇനി അത് 3 ഉണ്ടാകാം, 4 ഉണ്ടാകാം. ഒരുപക്ഷെ മനുഷ്യരാശിക്ക് COVID-19 എന്നുള്ള ഈ മഹാമാരിയെ മറികടന്ന് പോകണമെങ്കിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞത് 60% ജനങ്ങളിൽ വാക്സിൻ നൽകിയേ തീരൂ എന്നുള്ളതാണ്. നോക്കൂ, ഇന്നിപ്പോൾ രാജ്യത്തിൻ്റെ 1% അല്പം മുകളിൽ മാത്രമാണ് വാക്സിൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ പൊതുവായി തന്നെയും നോക്കിയാൽ ഈ വാക്സിൻ സൗജന്യമായി എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് രാജ്യത്തെ ജനങ്ങൾക്ക് അത് ഉപയോഗിക്കാനുള്ള ഏക പോംവഴി എന്നുകൂടി തിരിച്ചറിയുമ്പോൾ ഈ കോവിഡ് വാക്സിനിൽ ഉണ്ടായിട്ടുള്ള നയംമാറ്റത്തെ നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുമോ ശ്രീ ഷുക്കൂർ? തീർച്ചയായും കഴിയില്ല നികേഷ്. ഒരു കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരുകളുടെ ബാധ്യതയുടെ ഭാഗമാണ്, നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ്. ഇതിന് ഒഴിച്ചുകൂടാനാവാവുന്ന ഒന്നല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ നീക്കിവെക്കാൻ പിന്നെ ചെയ്യാമെന്ന് പറയുന്നതല്ല. ഇത് ഈ കാര്യത്തിൽ വാക്സിനേഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു മോചനം. അപ്പോൾ വാക്സിനേഷന് തന്നെ ഇപ്പോൾ അതിന്റെ ഷോർട്ടേജ് കൊണ്ടാണ് ആദ്യം 65 വയസ്സുകാർക്ക് മുകളിൽ, പിന്നെ 45 വയസ്സുകാർക്ക് മുകളിൽ, പിന്നെ 18 വയസ്സുകാർക്ക് മുകളിൽ. ഇതല്ലല്ലോ, ഒരു കൊച്ചു കുഞ്ഞു മുതൽ പ്രായം ചെന്ന സീനിയർ സിറ്റിസൺ വരെയുള്ള ജീവിച്ചിരിക്കുന്ന ഏതൊരാൾക്കും ഇതിന്റെ പ്രതിരോധം എന്ന് പറയുന്നത് വാക്സിനേഷൻ തന്നെയാണ്. അപ്പോൾ വാക്സിനേഷനിലേക്ക് പോകുക, അത് പൂർണ്ണമായി സൗജന്യമായി നൽകുക, അത് മാസായി നൽകുക, അതിനാവശ്യമായ ദീർഘവീക്ഷണത്തോടുകൂടി അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുക, അതൊരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. മുൻകാലങ്ങളിലെല്ലാം ഇത്തരത്തിൽ മഹാമാരി ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളതും അതാണ്. അത്തരം വാക്സിനേഷൻ വ്യാപകമായി വരുമ്പോഴാണ് അവിടെ മറ്റു തരത്തിലുള്ള സങ്കുചിതമായ താല്പര്യമോ അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഇതിന്റെ പ്രത്യേകമായ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയുള്ള വിവേചനമോ നടത്തുമ്പോഴാണ് വലിയ കുഴപ്പമുണ്ടാകുന്നത്.
അതിവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏതു തരത്തിലും സൗജന്യമായും വ്യാപകമായി ഇപ്പോൾ രണ്ടാം വേവ് നിസ്സാരമല്ല, വളരെ ഗൗരവമുള്ളതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. നമ്മൾ ഒന്നാം വേവിൽ ഉണ്ടായിരുന്ന ആ തരത്തിലുള്ള മുൻകരുതലോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് വളരെ ഗൗരവത്തോടും കരുതലോടും കൂടി പോകേണ്ടതാണ്. ശരിയാണ്. ദയവായി തുടരുക ശ്രീ എ ഷുക്കൂർ. ശ്രീ റെജി ലൂക്കോസ്, നോക്കൂ, ഒന്നാം ഘട്ടത്തിൽ നമ്മൾ വളരെ ഫലപ്രദമായി COVID-19 പ്രതിരോധിച്ചു എന്നാണല്ലോ അഭിമാനിക്കുന്നത്. അത് മാർക്കറ്റ് ചെയ്യുകയും ചെയ്തതാണല്ലോ ശൈലജ ടീച്ചറും പിണറായി വിജയനും ഒക്കെ തന്നെയും. ഈ ഘട്ടത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പറയുകയാണ് നിങ്ങൾ സ്വന്തം നിലയ്ക്ക് കൂടി വാങ്ങൂ എന്ന്. സ്വന്തം നിലയ്ക്ക് കൂടി വാങ്ങൂ എന്നുള്ളതിൻ്റെ ഡെഫിനീഷൻ എന്ന് പറയുന്നത് 50% എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി വിതരണം ചെയ്യേണ്ടതാണ്. കേന്ദ്രം വാങ്ങുന്ന 50% എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി വിതരണം ചെയ്യേണ്ടതാണ്. നമ്മുടെ ക്വാട്ട നമുക്ക് കിട്ടും, നമ്മൾ കാലതാമസം എടുക്കും എന്നുള്ളത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ബാക്കി പൊതുവിപണിയിലേക്കുള്ള 50% കോട്ടയിൽ നിന്ന് നിങ്ങൾ വാങ്ങൂ, എന്നിട്ട് അത് നിങ്ങളുടെ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കൂ എന്ന്. ഈ വാക്സിൻ്റെ ഉപയോഗം 60%-ലേറെ ആയാൽ പിന്നെ നമുക്ക് ഈ വലിയ മഹാമാരിയിൽ നിന്ന് രക്ഷ നേടാം, ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി സാധ്യമാകും. അപ്പോൾ ശ്രീ റെജി ലൂക്കോസ്, യഥാർത്ഥത്തിൽ വി മുരളീധരൻ പറയുന്നതാണോ വിദണ്ഡവാദം, അതോ പിണറായി വിജയൻ പറയുന്നതാണോ? അല്ല, വളരെ വ്യക്തമല്ലേ നികേഷ്? കാരണം വി മുരളീധരൻ എന്ന് പറയുന്ന ആൾ സംബോധന ചെയ്തിരിക്കുന്ന ആരെയാ? കേരളത്തിലെ മുഖ്യമന്ത്രി ഗവൺമെന്റിനെ അല്ല, കേരളത്തിലെ ജനങ്ങളെയാണ് അദ്ദേഹം സംബോധന ചെയ്യുന്നത്. കുറച്ചുകൂടെ സൂക്ഷ്മതയും ഉത്തരവാദിത്വവും അദ്ദേഹം കാണിക്കണമായിരുന്നു. അദ്ദേഹം ഒന്ന് മനസ്സിലാക്കണം, 10 കോടി വാക്സിൻ ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു കഴിഞ്ഞു. ഇന്ന് ഇന്ത്യയിൽ ആവശ്യത്തിലുള്ളതിന്റെ 12% മാത്രമേ ഇപ്പൊ ഇന്ന് നിലവിൽ ഉത്പാദിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അത്രയും വലിയ രീതിയിലുള്ള ഈ ഒരു വിടവ് നികത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തരവാദിത്വ ബോധം കേന്ദ്ര സർക്കാർ കാണിക്കണം. പിന്നെ കേരളത്തിലെ ജനങ്ങൾ ഇനി വാക്സിനേഷനുള്ള പൈസ കൊടുത്ത് വാങ്ങിക്കണമെന്ന് പറയുന്നത് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ സംഭവമാണ്. കാരണം ഇവിടെ ആരോ നേരത്തെ പറഞ്ഞു, അത് വളരെ വ്യക്തമാണ്. 70 വർഷത്തിനിടയ്ക്ക് ഈ കേന്ദ്ര സർക്കാർ ഈ ഇന്ത്യൻ ജനതയ്ക്ക് നൽകിയിരിക്കുന്ന എല്ലാ വാക്സിനേഷനും വളരെ ഫ്രീ ആണ്. ഇപ്പോൾ ഇടുത്തി പോലെ ഒരു വർഷമായിട്ട് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിരിക്കുന്ന ഒരു ജനങ്ങളുടെ മേല് ഈ കേന്ദ്ര സർക്കാർ ഇന്ധനം കൊള്ള പോലെ തന്നെ ഒരു വാക്സിൻ കൊള്ളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തി കഴിഞ്ഞു. ഞാനൊരു ഉദാഹരണം പറയാം. 150 രൂപയ്ക്കാണ് ഈ വാക്സിൻ 50% കേന്ദ്ര സർക്കാരിന് ഈ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നത്. അതേസമയം സംസ്ഥാന സർക്കാരുകൾക്ക് 400 രൂപ വിലയിട്ട് വിൽക്കാൻ പോകുന്നു, 600 രൂപയ്ക്ക് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നു. ഈ 150 രൂപയ്ക്ക് കൊടുക്കുന്ന ഈ വാക്സിൻ ഈ കേന്ദ്ര സർക്കാർ എവിടെയാണ് സപ്ലൈ ചെയ്യുന്നത്? സംസ്ഥാന സർക്കാരുകളെല്ലാം 400 രൂപയ്ക്ക് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ 150 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഈ വാക്സിൻ വിദേശ രാജ്യങ്ങൾക്ക് വിറ്റ് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന കോവിഡ് കാലത്തിന് ദുരുപയോഗം ചെയ്യാണ് കേന്ദ്ര സർക്കാർ? വളരെ വ്യക്തമല്ല കാര്യത്തിൽ. അത് അതിന് വലിയ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിത്തറയുടെ ഒന്നും ആവശ്യമില്ല നികേഷ്. ഈ രണ്ടാമത്തെ കാര്യം, വി മുരളീധരൻ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ പൊതുസമൂഹം ഒരു ശത്രുക്കളെ പോലെ ഉള്ള ഒരു സമീപനം പോലെ BJPയുടെ നേതൃത്വം കാണാൻ പാടില്ല. ഇവിടെ BJP ജയേന്ദ്ര മാസ്റ്റർ മറുപടി പറയും. റെജി ലൂക്കോസ് പറയുന്നത് കേരളത്തെ കേന്ദ്രം ശത്രുക്കളായി കാണുന്നു എന്നാണ്. അതിനപ്പുറത്തേക്ക് വി മുരളീധരൻ കേരളത്തെ ഒരു ശത്രു രാജ്യമായി കാണുന്നുണ്ടോ? അല്ല നികേഷ്, കേരളത്തിന്റെ PR വർക്ക് കൊണ്ട് നിലനിന്നു പോയ ഒരു സംസ്ഥാനത്ത് ഞങ്ങൾ എന്തും ചെയ്യും, ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞെടുത്ത് ഇത്രയും ചെയ്തതിന് നന്ദിയോടെ സ്മരിക്കുന്നതിന് പകരം താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചു, കേരളത്തിൽ ഇപ്പൊ വ്യാപനത്തിന് ശക്തി തകരുന്ന തരത്തിൽ ഒരുതരം പാനിക് സമൂഹത്തിനിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നു ആരോഗ്യമന്ത്രിയും മറ്റുള്ളവരും. ഇപ്പൊ കണക്കുകൾ വളരെ വ്യക്തമാണല്ലോ. 76 ലക്ഷം പേർക്ക് കേരളത്തിൽ ഈ 45 വയസ്സിൽ കൂടുതൽ ആവശ്യമുള്ളവരുണ്ട് എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. 62 ലക്ഷം പേർക്ക് കൊടുത്തു എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. കേരളത്തിന്റെ കയ്യിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലത്ത് 1,12,000 പേർക്കാണ് കഴിഞ്ഞ ഒരാഴ്ച കേരളത്തിൽ വാക്സിനേറ്റ് ചെയ്തവരുടെ എണ്ണം 1,20,000 പേരാണ്. കേരളം തന്നെ പറയുന്നു ഞങ്ങളുടെ കയ്യിൽ 2 ലക്ഷം ഡോസ് സ്റ്റോക്ക് ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരാഴ്ച കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ തലകുത്തി മറിഞ്ഞാലും ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. എന്നതിന് പകരം എന്താ ചെയ്തത്? നമുക്കിപ്പോ 50 ലക്ഷം ടൺ ഡോസ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഒരുതരം പാനിക്, നേരത്തെ ഡോക്ടർ പറഞ്ഞ മാതിരിയിൽ ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ജനങ്ങളുടെ മനസ്സിൽ ഒരുതരം ഭീതി ഉണ്ടാക്കുന്നു. കോട്ടയം നമ്മൾ കണ്ടു, പോലീസുമായിട്ട്, കേന്ദ്രവുമായിട്ടല്ല റെജി ലൂക്കോസെ അവിടുത്തെ ആവശ്യപ്പെട്ട ആളുകൾ വന്ന് മൽപ്പിടുത്തം നടത്തിയത് കേരള പോലീസിനോടാണ്, പിണറായിയുടെ പോലീസ് സേനയോടാണ് ജനങ്ങൾ ആക്രമിക്കാൻ വന്നിരിക്കുന്നത്. കാരണം അകാരണമായി ഇത് ജനങ്ങളെ കൂട്ടം കൂടിക്കുകയും, ഞാൻ ചോദിക്കട്ടെ റെജി ലൂക്കോസെ, ഇത് വിതരണം ചെയ്യാൻ നാളെ ഇതുവരെ ഉണ്ടായ തരത്തിലുള്ള ഒരു പാനിക് ഒന്നും അല്ലല്ലോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ താങ്കൾ പറഞ്ഞ മാതിരിയിൽ റുബെല്ല പോലുള്ള രോഗങ്ങൾക്ക് വിതരണം ചെയ്ത മാതിരി സ്ലോ അല്ല ഇത്. വളരെ ആത്യന്തികമായി ഭയാനകമായി സ്ഫോടനാത്മകമായി നടന്നൊരു സമയത്ത്
കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ പരമാവധി നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുന്നു. അതിന് സഹകരിക്കുന്നതിന് പകരം ഏറ്റുമുട്ടൽ നയം സ്വീകരിക്കുന്ന ആരാ? എന്തുകൊണ്ട് യു പിയും ആസാം എടുക്കുന്ന നിലപാട് പോലും കേരളം എടുക്കുന്നില്ല? പകരം PR വർക്ക് കൊണ്ട് ഊതി വീർപ്പിച്ച ഒരു സംസ്ഥാനത്തിലെ ഭരണകൂടത്തിന്റെ പരാജയം താങ്കൾ നേരത്തെ ചില മഹാമാരികളെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചല്ലോ. എല്ലാ കാലഘട്ടത്തിലും വാക്സിനുകൾ സൗജന്യമാണെങ്കിൽ തന്നെയും അത് ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ ഒരു പ്രായത്തിലുള്ളവർക്കോ മാത്രം നൽകുന്നതാണ്. ഇത് ആബാലവൃദ്ധം ജനങ്ങൾക്ക് നൽകേണ്ടതാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന വാക്സിൻ ഉൽപ്പാദകരൊന്നും പറയുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളല്ല, അതെല്ലാം സ്വകാര്യ സ്ഥാപനങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിർമ്മിക്കുന്നു എന്നതിനാൽ 50% ഞങ്ങൾക്ക് തരണം, കേന്ദ്ര സർക്കാരിന് തരണം, ബാക്കി നിങ്ങൾ 50% സംസ്ഥാനങ്ങൾക്കും പൊതുവിപണിയിലും വിറ്റോളൂ എന്നുള്ളതാണ്. കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് പിണറായി വിജയൻ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ പിണറായി വിജയൻ 2 സാധ്യതകളും ഉപയോഗപ്പെടുത്തട്ടെ. കേന്ദ്രം നൽകുന്ന സൗജന്യവും ഒപ്പം പൊതുവിപണിയിലേക്ക് കൊടുക്കുന്നതും. രണ്ടും 2 തരത്തിൽ വാങ്ങി കേരളത്തിലെ ജനങ്ങളെ ഈ രോഗത്തിൽ നിന്ന് മുക്തരാക്കട്ടെ. അല്ല നികേഷേ, അത് വളരെ ലോജിക്കില്ലാത്തൊരു ചോദ്യമാണ് അങ്ങ് എന്നോട് ഉന്നയിച്ചത്. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി സൗജന്യമായിട്ട് നൽകുമെന്ന് പറഞ്ഞതിനകത്ത് യാതൊരു അതിശയോക്തിയില്ല. കാരണം ഇന്ത്യയിൽ ഇന്ന് വരെ ഉള്ളവർ മുഴുവൻ സൗജന്യമായിരുന്നു. രണ്ടാമത്തെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് 150 രൂപയ്ക്ക് കേന്ദ്ര സർക്കാരിന് നൽകുന്ന സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്ന 400 രൂപ, 250 രൂപയുടെ വ്യത്യാസത്തിൽ ഇത് ആ കച്ചവടത്തിന് എന്തിനാണ് ഈ സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കേന്ദ്ര സർക്കാർ വാദത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അനുവദിക്കുന്നത്? ഞാൻ ഇപ്പൊ നേരത്തെ ഇവർ പറഞ്ഞ എന്താണ്? ഇവർ പറഞ്ഞ ആസാമിലെയും ഉത്തർപ്രദേശിലെയും സർക്കാരുകൾ സപ്ലൈ ചെയ്യുന്നത് പൈസ വാങ്ങിച്ചുകൊണ്ടാണ് ജനങ്ങളോട്. അവിടെ പണമില്ലാതെ കൊണ്ട് അവിടെ UP ലക്നൌ പോലെയുള്ള പ്രദേശങ്ങളിൽ സാമ്പത്തികമില്ലാത്തതിന്റെ പേരിൽ ഈ കോവിഡ് വാക്സിൻ നിഷേധിച്ചവരുടെ വാർത്തകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ദേശീയ മാധ്യമങ്ങൾ. അങ്ങനെയാണ് ഒരു കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്. കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്ന ലാഭം ഈ ഇന്ധനങ്ങളിലൂടെയും മറ്റുള്ള വാങ്ങിക്കുന്ന ലാഭങ്ങളെല്ലാം ഈ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാനായിട്ടല്ലേ? അതോ അന്യദേശങ്ങളിലേക്ക് കൊടും വിലയ്ക്ക് കൊടുത്ത് സമ്പത്ത് ഇരട്ടിപ്പിച്ചിട്ട് അത് ഖജനാവിൽ വീർപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഒരു കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്? രണ്ടാമത്തെ കാര്യം, കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമില്ലായ്മയ്ക്ക് ഒരു ഉദാഹരണം പറയാൻ സമയം അനുവദിക്കണം. അതായത് ലോകത്തിൽ രണ്ടാമത്തെ ഒരു വേവ് കണിശമായിട്ട് വരുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റും ലോകത്തെ മിക്കവാറും എല്ലാ എക്സ്പേർട്സും പ്രവചിച്ചിട്ട് പോലും ഈ രാജ്യത്ത് ആവശ്യത്തിനുള്ള ഓക്സിജൻ പോലും മാനുഫാക്ചർ ചെയ്യാതെ കണ്ട്, ആവശ്യത്തിനുള്ള കിടക്കകൾ പോലും നിർമ്മിക്കാതെ കണ്ട്, ആശുപത്രികൾ ഇല്ലാതെ കണ്ട്, ശ്മശാനങ്ങൾ പോലും ഇല്ലാതെ കണ്ട് ഈ രാജ്യത്തെ ദുരന്തത്തിലേക്ക് താഴ്ത്തി വിട്ടിരിക്കുന്ന ആരാ? ഈ കേന്ദ്ര സർക്കാരല്ലേ? അപ്പൊ ഈ വാക്സിന്റെ കാര്യത്തിലൊക്കെ ഉത്തരവാദിത്തം ഇല്ലാതെ കണ്ട് പെരുമാറുന്നതിനെ വിമർശിക്കുന്നത് വളരെ ന്യായമല്ലേ? കാര്യം നിങ്ങൾ എന്താ ഉദ്ദേശിച്ച ബഹുമാനപ്പെട്ട സാധാരണ മാഷെ? ഇന്ത്യയിലെ ജനങ്ങൾ പെടഞ്ഞു വീണ് മരിക്കുന്നു. 4 പേരൊരു ബെഡിൽ ഓക്സിജനും ബെഡും അവിടെ നിൽക്കട്ടെ. അത് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയം തന്നെയാണ് ശ്രീ റെജി ലൂക്കോസ്. ഒട്ടും സംശയമില്ലാത്ത കാര്യമാണ്. ഇന്ന് മഹാരാഷ്ട്രയിലെ നാസിക്കില് 22 പേരാണ് ഓക്സിജൻ കിട്ടാതെ പിടഞ്ഞ് വീണ് മരിക്കുന്നത്. നോക്കൂ, നമ്മളാണ് ആ സ്ഥാനത്ത് നിന്ന് ആലോചിക്കുക. ഓക്സിജൻ കിട്ടുന്നില്ല, നമ്മൾ ശ്വാസം മുട്ടി മരിക്കുന്നു. അങ്ങനെ 22 പേർ ഒറ്റ അടിക്ക് മരിക്കുന്നു. ഇങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ആശുപത്രികളിൽ ഓക്സിജൻ ക്ഷാമത്തിൻ്റെ പേരിൽ ഒറ്റക്കൊറ്റക്കായി മരിക്കുന്നുണ്ട്. അതെല്ലാം കോവിഡ് മരണമായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇന്ന് നാസിക്കിലെ ആശുപത്രിയിലുണ്ടായത് ഒറ്റയടിക്ക് ഒന്നിച്ചാണ് എന്നുള്ളതാണ്. ഇവിടെ ഇനി ശ്രീ ജയേന്ദ്ര മാസ്റ്റർ BJP പറയുന്നത് പോലെ പൈസ കൊടുത്തിട്ട് മേടിച്ചോ എന്നാണ് പറയുന്നതെങ്കിൽ നോക്കൂ, കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ പോലും വാക്സിൻ എത്തിയിട്ടില്ല ഇതുവരെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് വാക്സിൻ 400 രൂപയോ അല്ലെങ്കിൽ 600 രൂപയോ കൊടുത്ത് വാങ്ങാൻ കഴിവുണ്ടെങ്കിൽ ഞാൻ പോയി സർക്കാർ ആശുപത്രിയിൽ ക്യൂ നിൽക്കണ്ട, ഞാൻ പോയി സ്വകാര്യ ആശുപത്രിയിൽ പോയി നിന്നാൽ മതി. ഇവിടെ നമ്മൾ ഈ വാക്സിൻ ലീഡർ ആകാനുള്ള ഒരു ശ്രമം നടത്തി 130 കോടി ജനങ്ങളെ മറന്നുകൊണ്ടാണ് നമ്മൾ വാക്സിൻ ലീഡറാകാനുള്ള ശ്രമം നടത്തിയത്. നമുക്കാവശ്യമുള്ളത് എല്ലാം തന്നെയും നമ്മൾ പുറത്തേക്ക് കടത്തി. എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇന്ന് രാജ്യത്ത് കായോട്ടിക് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ശ്രീ ജയേന്ദ്ര മാസ്റ്റർ, എന്നോടാണോ ചോദ്യം? ശ്രീ ജയേന്ദ്ര മാസ്റ്റർ, ചോദ്യം ഒന്ന് ആവർത്തിക്കാമോ? എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ള കോവിഡ് വാക്സിൻ 2 നിർമ്മാതാക്കൾ ഈ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് കൃത്യമായി വിതരണം ചെയ്തിരുന്നുവെങ്കിൽ ഈ രാജ്യത്ത് കോവിഡ് വാക്സിൻ്റെ ക്ഷാമം ഉണ്ടാകുമായിരുന്നില്ല. പകരം നമ്മൾ വാക്സിൻ ലീഡറാകുന്നതിന് വേണ്ടി അന്യരാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചു. ഫലമോ ഇന്ന് നമ്മൾ ഭീതിജനകമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണ്, കയോട്ടിക് സിറ്റുവേഷനിലാണ് രാജ്യം നിൽക്കുന്നത്. അത് ഒരു ലീഡർഷിപ്പിൻ്റെ അപാകതയല്ലേ?
അല്ല, മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഇത് വിതരണം ചെയ്യണ്ട എന്ന് പറയുന്നതിനോട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നികേഷെ, നമ്മെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല, ഇത്തരം ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് അറിയാമെന്നുള്ള ഒരു ദീർഘദർശിത്വം നമുക്കാർക്കും ഇല്ലല്ലോ. പകരം കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്ത അതിനാണ് നമ്മൾ എത്രയോ കാലം മുമ്പ് പറഞ്ഞതാണ് സീറോ സർവേയിൽ ഭാവിയിൽ, അതായത് ഈ മാസങ്ങളിൽ ഉണ്ടാകാവുന്ന സ്ഥിതിവിശേഷം. ഞാൻ വേണമെങ്കിൽ ഡോക്ടർ മുരളീധരനെ ചർച്ചയിൽ പങ്കെടുപ്പിക്കാം. അല്ല, അതിലൊന്നും തർക്കമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതിങ്ങനെ മുൻകൂട്ടി പ്രവചിച്ചിട്ട് ആയിരുന്നോ നമ്മൾ രണ്ടാം വേവ് ഇങ്ങനെ വരുമെന്ന് നമുക്ക് കേരളത്തിൽ അറിയുമായിരുന്നു? അങ്ങനെയാണ് കേരളത്തിൽ എന്ത് മുൻകരുതൽ നമ്മൾ എടുത്തത്? ഇതൊക്കെ നമ്മൾ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് നേരിടുകയും അതിന് ജനങ്ങൾക്ക് ആശ്വാസം നൽകുകയുമാണ് ചെയ്യേണ്ടത്. അതാണ് ഞാൻ അതിലൊരു ചർച്ച സംഘടിപ്പിക്കട്ടെ. ഡോക്ടർ മുരളീധരൻ, ഇങ്ങനെയുള്ള വകഭേദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ദക്ഷിണാഫ്രിക്കൻ വകഭേദം, ലണ്ടൻ വകഭേദം, അങ്ങനെ നിരവധി വകഭേദങ്ങളെ കുറിച്ച് IMA ഒക്കെ നിരന്തരം സംസാരിച്ചിരുന്നല്ലോ. ഇങ്ങനെ ഒരു വകഭേദം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപ്സർജ് വീണ്ടും ഉണ്ടാകുമെന്നുള്ള ആശങ്ക നമുക്കുണ്ടായിരുന്നില്ലേ? ദികേഷ്, ഞാൻ അത് പറയുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ ചർച്ച ചെയ്ത ആ കാര്യം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ്, ശാസ്ത്രീയമായ കാര്യമാണ്. അതിന് ഒരു എക്സ്പ്ലനേഷൻ വേണം. കാരണം വെച്ചാൽ നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വാക്സിൻ കയറ്റി അയക്കുന്നത് തെറ്റാണ് ശരിയാണെന്നുള്ള ചർച്ച എത്രയോ കാലമായി നടക്കുന്നതാണ്. പക്ഷെ അതിന്റെ അടിസ്ഥാനപരമായ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ നമ്മുടെ സിസക്കൊക്കെ പറയുന്ന പോലെ ഒരു രാജ്യത്തിന് മാത്രമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം മാത്രം സംരക്ഷിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല എന്നുള്ള വലിയ പാഠമാണ് കോവിഡ് നമ്മൾ പഠിച്ചത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ദക്ഷിണാഫ്രിക്കയുടെ തൊട്ടടുത്ത ദരിദ്ര രാജ്യമാണ് മലാവിയിൽ അവിടെ വാക്സിൻ കൊടുക്കില്ല. ഡോക്ടർ മുരളീധരൻ, അങ്ങനെ നമ്മൾ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നില്ല. വാക്സിനൊക്കെ നൽകിക്കൊള്ളട്ടെ. പക്ഷേ നമുക്ക് അങ്ങനെയാണെങ്കിൽ വാക്സിൻ നൽകിയതിലൂടെ മാത്രമല്ലല്ലോ നമ്മുടെ നാട്ടിൽ പ്രശ്നമുള്ളത്. നമുക്ക് ഓക്സിജൻ സൂക്ഷിച്ചു വെക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഓക്സിജൻ ആ നിലയിലുള്ള കരുതലെടുക്കാനുള്ള സമയം വേണ്ടായിരുന്നു. ബെഡുകൾ ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. ICUകൾ ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. വെന്റിലേറ്റർ ഉണ്ടാക്കാൻ ഒന്നും നമ്മൾ ചെയ്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ കുറേ വാക്സിനും കയറ്റി വിട്ടു. അല്ല, അങ്ങനെയല്ല നികേഷ്. അത് ഞാൻ ഈ കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ ഇപ്പൊ ഈ 150 രൂപയുടെ വാക്സിൻ 400 രൂപയ്ക്ക് കൊടുക്കുന്നത് വളരെ ഒരു അപരാധമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പേഴ്സണലായിട്ട്. അതേസമയം വാക്സിൻ കയറ്റി അയക്കുന്നത് 100% ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം അത് ഒരു രാജ്യത്തിന് മാത്രം. ഇപ്പൊ എന്താ അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു രാജ്യത്ത് തീരെ വാക്സിൻ കൊടുക്കുന്നില്ല, അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഇൻഫെക്ഷൻ ധാരാളം. ഡോക്ടറെ, നമ്മളൊരു ചർച്ചയിലെ അങ്ങനെയുള്ള സമീപനം സ്വീകരിക്കുമെന്ന് എനിക്കും അറിയാം. പക്ഷേ നമ്മുടെ രാജ്യത്ത് അങ്ങനെയുള്ള ഒരു തയ്യാറെടുപ്പുകളും ഉണ്ടായിരുന്നില്ല. വാക്സിന്റെ കാര്യത്തിലില്ല. വാക്സിൻ ആ നിലയിൽ നിർമ്മിക്കണമെന്നുള്ള ഒരു ത്വരയുണ്ടായിരുന്നില്ല. ഓക്സിജൻ സംരക്ഷിച്ച് നിർത്തണമെന്നുള്ള ത്വരയുണ്ടായിരുന്നില്ല. ബെഡ് ഉണ്ടായിരുന്നില്ല. ICU ഇതെല്ലാം പ്രശ്നത്തിലല്ലേ നമ്മുടെ നാട്ടില്? ഞാൻ ആ പോയിന്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ നികേഷ്. അതായത് അപ്പൊ ആ ഒരു രാജ്യത്ത് നമ്മൾ വാക്സിൻ കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ ഭയങ്കരമായ രീതിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. ആ ഇൻഫെക്ഷൻ എത്രത്തോളം കൂടുന്നു, അതിന്റെ ഇന്റൻസിറ്റി എത്ര കൂടുന്നു, അത്രത്തോളം മ്യൂട്ടേഷൻ അവിടെ ഉണ്ടാവും. അങ്ങനെ മ്യൂട്ടേഷൻ നടന്നാണ് ഏറ്റവും നിർണായകമായ എസ്കേപ്പ് മ്യൂട്ടേഷൻ, അതായത് ഏറ്റവും അതിജീവന ശേഷിയുള്ള വൈറസ് ഉണ്ടാവും. അങ്ങനെ എസ്കേപ്പ് മ്യൂട്ടേഷൻ ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ് ഏത് രാജ്യത്താണെങ്കിലും ധാരാളമായി ഇൻഫെക്ഷൻ വരുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഒരേപോലെ വാക്സിൻ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഒരു രാജ്യത്തെ മാത്രം വാക്സിൻ കൊടുത്തുകൊണ്ട് അവിടെ മാത്രം ആരോഗ്യം ഉറപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ആരോഗ്യ പ്രിൻസിപ്പിൾ അടിസ്ഥാനത്തിൽ. അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യ അടക്കമുള്ള WHO അടക്കമുള്ള ജാവി അടക്കമുള്ള സംഘടനകള് കോവാക്സിൻ ഉള്ള സംവിധാനം ഉണ്ടാക്കി ലോകത്ത് മുഴുവൻ വാക്സിൻ കൊടുക്കാനുള്ള 200 ബില്യൺ. കേന്ദ്ര മാസ്റ്റർ പറഞ്ഞത് നമുക്കറിയായിരുന്നോ ഏപ്രിൽ മാസത്തിൽ ഇങ്ങനെ ഒരു സർജ് ഉണ്ടാകുമെന്ന് എന്നുള്ളതാണ്. അതിനല്ലേ നമ്മൾ സീറോ സർവേ നടത്തിയത്. ഇങ്ങനെ ഒരു സർജ് ഉണ്ടാകുമെന്നുള്ള ആശങ്ക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ലേ, പ്രത്യേകിച്ച് പുതിയ മ്യൂട്ടേഷൻ ഉണ്ടാകുന്ന ഘട്ടത്തിൽ? നികേഷ്, നമ്മുടെ രാജ്യത്തും വാക്സിൻ കൊടുക്കണം, പുറത്തേക്കും വാക്സിൻ വേണം. ഇതിന്റെ ഒരു ബാലൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് പകരം പുറത്തേക്ക് അയക്കുന്നത് തെറ്റാണെന്നുള്ള കാഴ്ചപ്പാട് അത് വിട്ടു. ഡോക്ടറുടെ അഭിപ്രായത്തോട് യോജിക്കുന്നു. നമ്മൾ പുറത്തേക്കും കൊടുക്കണം. നമ്മുടെ നാട്ടിലെ പോലെ ജനങ്ങളെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മറ്റിടങ്ങളിലെയും. എൻ്റെ അക്കാര്യത്തിലുള്ള ഒറ്റ പ്രശ്നമേ, എനിക്ക് ഒറ്റ പരാതി അക്കാര്യത്തിലുള്ളൂ. നമ്മൾ വാക്സിൻ മറ്റുള്ളവർക്ക് കൊടുത്തു. ഇവിടെ ഓക്സിജൻ നിർമ്മാണം നടത്താമായിരുന്നല്ലോ. ഇവിടെ നമുക്ക് ബെഡ് ഉണ്ടാക്കാമായിരുന്നല്ലോ, ICU ഉണ്ടാക്കാമായിരുന്നല്ലോ, വെന്റിലേറ്റർ ഉണ്ടാക്കാമായിരുന്നല്ലോ. അവിടെയൊക്കെ നമ്മൾ ഉറങ്ങിപ്പോയോ? അല്ല ദികേഷ്, അത് നമ്മുടെ ഫ്ലാറ്റനിങ് ദ കർവ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലോ. നമ്മുടെ ഒരു സിസ്റ്റം പെട്ടെന്ന് തകർന്നു പോകുന്നത് ഇപ്പൊ ഇറ്റലിയിലെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തിൽ 900 വെന്റിലേറ്റർ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. പക്ഷെ അവർക്ക് ഒരു മാസം കൊണ്ട് തന്നെ അത് മുഴുവൻ ഉപയോഗിക്കേണ്ടി വന്നു. അവർ തകർന്നുപോയി. മനസ്സിലാകുന്ന കാര്യമാണ്. നമ്മൾ ഒന്നാം ഘട്ടത്തിൽ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഷിമ ടീച്ചർ, കേന്ദ്ര സർക്കാരിന്റെ പരാജയം ഇവിടെ പ്രതിഫലിക്കുന്നുണ്ടോ?
നോക്കൂ, കേരള സർക്കാരിലും ആ പരാജയമുണ്ട് എന്ന് പറയേണ്ടി വരും. കേന്ദ്ര സർക്കാരിന് പരാജയമുണ്ട് എന്നാണ് വാദിക്കുന്നതെങ്കിൽ ഇന്നാട്ടിൽ അതിനുള്ള ഒരു പ്രതിരോധം ഈ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ തിരക്കിലാണ്. നിങ്ങൾ 2 തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലായി. 1 തദ്ദേശ തെരഞ്ഞെടുപ്പ്, 2 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഭരണപരമായ കാര്യങ്ങളിലൊന്നും ശ്രദ്ധിച്ചില്ല. ഇതില് നിങ്ങളിവിടെ നികേഷ് പറഞ്ഞതുപോലെ തന്നെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനുണ്ടാകേണ്ടിയിരുന്ന മുൻകരുതൽ ഈ കാര്യത്തിൽ ഈ രോഗം നിയന്ത്രിക്കുന്നതിൽ ഉണ്ടായിരുന്നില്ല. ഇതിനൊരു 2ാം വരവുണ്ട് എന്ന് തിരിച്ചറിയാനും അത് ഏകദേശം ലോകത്തെമ്പാടുമുള്ള ശാസ്ത്രജ്ഞന്മാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യ വിദഗ്ധന്മാർ പറഞ്ഞതാണ്. ഇതിനൊരു 2ാം വരവുണ്ട്, ജനിതക മാറ്റം വരുന്നു, അത് 1, 2, 3ലേക്കും കിടക്കാൻ പോകുന്നു. ഇത്തരമൊരു സന്ദർഭത്തിലാണ് വാക്സിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ചത്. വാക്സിൻ കണ്ടുപിടിച്ചു. കേരളം എന്ത് ചെയ്തു? നിങ്ങൾ എന്തിനാണ് രാജ്യത്തിനെ കുറ്റം പറയുന്നത്? വേണ്ട, നമുക്ക് തീർച്ചയായിട്ടും രാജ്യത്തെ പറ്റി പറയാണ്ട് നമുക്ക് കേരളത്തിനെ പറ്റി പറയാൻ പറ്റില്ല. കേരളം എടുത്ത ഒരു മുൻകരുതലുണ്ട്, അത് ലോകത്താകെ പ്രശംസിക്കപ്പെട്ടിട്ടുമുണ്ട്. അതേസമയത്ത് വാക്സിൻ ഉണ്ടാക്കാനുള്ള ഒരു അധികാരമൊന്നും നമ്മുടെ കേരളത്തിലെ സർക്കാരിനില്ല, ഇന്ത്യയിലെ ഒരു സംസ്ഥാന സർക്കാരിനും ഇല്ല. വാക്സിൻ ഉണ്ടാക്കുക, അത് കുറഞ്ഞ വിലക്ക് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും എത്തിക്കുക, മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കുക. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? കേരളത്തിൽ ഇങ്ങനൊരു പാനിക്ക് ഉണ്ടാകുമ്പോ ഉള്ളാലെ സന്തോഷിക്കുന്നവരാണോ കേന്ദ്രം ഭരിക്കുന്ന ചിലരെങ്കിലും ഭരണാധികാരികൾ എന്ന് സംശയിക്കുന്ന വിധത്തിലാണ് അവരുടെ ചില പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് ആഭ്യന്തര സഹമന്ത്രി ശ്രീ വി മുരളീധരനൊക്കെ പറയുന്നത് കേട്ടാൽ നമുക്ക് സത്യം കേരളത്തിലുള്ള ഒരു മലയാളി തന്നെയാണോ അദ്ദേഹം എന്ന് തോന്നിപ്പോകുന്നു. കാരണം അത്ര മോശമായ ഒരു നിലവാരം കുറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വരുന്നത്. അദ്ദേഹം വാക്സിൻ കൊടുക്കില്ല എന്നൊക്കെ പറയാൻ ആരാണ്? കേരളത്തിൽ 2 ലക്ഷം ഡോസ് വാക്സിൻ തരില്ല എന്ന് പറയുന്നില്ല ശ്രീമതി ടീച്ചറെ. വാക്സിൻ തരും, പക്ഷേ നിങ്ങൾക്ക് വേഗത്തിൽ വേണമെങ്കിൽ ഈ സംസ്ഥാനങ്ങൾക്കുള്ള കോട്ടയെ മറികടന്ന് വാക്സിൻ വേണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, പൊതുവിപണിയിൽ നിന്ന് മേടിച്ചോന്നേ പറയുന്നുള്ളൂ. ഇതിനെ സംബന്ധിച്ച് നമ്മളൊന്ന് ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന്, മറ്റു രാജ്യങ്ങളിലേക്ക് വാക്സിൻ കൊടുത്തതിനെ പറ്റിയും എനിക്കും അങ്ങനെ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇതിനാവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ അമേരിക്ക ഇങ്ങോട്ടേക്ക് അയക്കുന്നത് ഇപ്പൊ നിർത്തിവെച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഒരു പ്രതിഷേധമോ പ്രതികരണമോ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഭരണാധികാരികൾ ഇന്ന് കണ്ടില്ലല്ലോ. എന്താ കാരണം? ഇത്രയൊക്കെ മതി എന്നുള്ളതുകൊണ്ടാണ്. അങ്ങോട്ടേക്ക് കുറെ കയറ്റി അയച്ചു, എന്നാൽ അതിനേക്കാൾ അതിന്റെ ഒരു 10 മടങ്ങ് വാക്സിൻ ഉണ്ടാക്കാൻ അസംസ്കൃത വസ്തു വേണം, അതായത് നിങ്ങൾ ഇതിനെ നിർത്തി വെക്കരുത് എന്ന് എന്തുകൊണ്ട് അവർ പറയുന്നില്ല? അപ്പൊ കേരളം പോകുന്ന സ്റ്റേറ്റിൽ മനുഷ്യരിങ്ങനെ കിടന്ന് പിടഞ്ഞ് മരിക്കുന്നത് കാണാൻ ആരാന്റെ അമ്മക്ക് പ്രാന്ത് കിട്ടുമ്പോ കൈകൊട്ടിച്ചിരിക്കുന്ന ആളുകളെ പോലെ ആകരുത്. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. വാക്സിൻ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഒരു കീഴ്വഴക്കം എന്നും എക്കാലവും എല്ലാ വാക്സിനും അത് എത്ര വേണമെങ്കിലും ഓരോ സംസ്ഥാനത്തും ഇഷ്ടംപോലെ കോടികളുടെ മരുന്ന് എത്തിച്ചിട്ടുണ്ട്, ഇതിന് മുൻപെത്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇപ്പൊ മാത്രം ഇന്ന് ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് മാത്രം? ടീച്ചറെ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. പിണറായി വിജയൻ ആദ്യം തന്നെ പറയുകയാണ് വാക്സിൻ സൗജന്യമായിരിക്കുന്നത്. ഇതിനകത്ത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ ബാക്കിയെല്ലാം വിടുക, നമ്മളൊരു മഹാമാരിയുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ടീച്ചറെ പോലുള്ള ആൾക്ക് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ 4-5 പേർക്ക് 400 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 600 രൂപ, പൊതുവിപണിയിലെ പണം 600 രൂപ കൊടുത്ത് വാക്സിൻ കുത്തിവെക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. നമുക്ക് എന്തുകൊണ്ട് സ്വകാര്യ മേഖലയെ കൂടി വേഗത്തിൽ ഈ പറയുന്ന വാക്സിൻ വിതരണത്തിൻ്റെ ഭാഗമാക്കിക്കൂടാ? അതല്ലേ ചെയ്യേണ്ടത്? വാക്സിൻ എളുപ്പത്തിലെടുക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക്, ഇതേക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരായിരിക്കുമല്ലോ അവർക്ക് സ്വകാര്യ വിപണിയിൽ പോയി ഇത് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് ശ്രമിക്കാതെ നമ്മൾ അതിനകത്ത് പൊളിറ്റിക്സ് കളിക്കുകയാണോ? ഞങ്ങളെല്ലാം സൗജന്യം, ഞങ്ങൾ വാക്കുമാറ്റി പറയില്ല എന്നുള്ളത്? ടീച്ചറെ, അതെ അതെ, അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എന്താ കാരണം? കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും വലിയ തോതിലുള്ള ഒരു സേഫ്റ്റി ഫീലിംഗ് ഉണ്ടാക്കി കൊടുത്ത ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്. ആ സന്ദർഭത്തിൽ വാക്സിൻ വന്നു കഴിഞ്ഞാൽ വാക്സിനും നമുക്ക് സൗജന്യമായിട്ട് തന്നെ കൊടുക്കാൻ കഴിയും. കാരണം കേരളത്തിൽ ഇന്ന് ഈ കഴിഞ്ഞ കാലം അത്രയും എത്ര മാരകമായ രോഗം വന്നപ്പോൾ ഇതുപോലുള്ള വാക്സിനേഷൻ സൗജന്യമായിട്ട് രാജ്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് വാക്സിൻ ലഭിക്കും. ഇതൊരു ആശ്വാസവാസാണ്.
അല്ലെങ്കിൽ പിന്നെ ശരി, ആശ്വാസമാക്കുക തന്നെ. പക്ഷേ ഞാൻ ചോദിക്കാം, ഡോക്ടർ മുരളീധരൻ, ആ ചർച്ചയിൽ താങ്കൾ കൂടി പങ്കുചേരണം. കേരളത്തിൽ എത്ര ദിവസം നമ്മൾ കാത്തിരിക്കണം സ്വകാര്യ വിപണിയിൽ വാക്സിൻ എത്താൻ? നമുക്ക് ജോൺസൺ ആൻഡ് ജോൺസൺ ഒറ്റ ഡോസ് കൊടുത്താൽ മതി. അത് നമുക്കിവിടെ എത്തിയിട്ടില്ല ഇതുവരെ. ലോകത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള അതെല്ലാം കേന്ദ്ര സർക്കാർ നയമാണ്. ഇനിയിപ്പോൾ കേരളവും കേന്ദ്രവും സംയോജിപ്പിച്ചൊരു തീരുമാനം എടുക്കേണ്ടത് പൊതുവിപണിയിൽ കൂടി ഈ വാക്സിൻ ലഭ്യമാക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്ര കണ്ട് അക്കാര്യത്തിൽ നമ്മൾ വാക്സിൻ ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ ഓർമ്മയുണ്ടല്ലോ ഡോക്ടർ മുരളീധരൻ, എല്ലാ ദിവസവും ചർച്ചയിൽ നമ്മൾ പറയും വാക്സിൻ നിർമ്മാണത്തിൽ ഇത്ര പുരോഗതിയായി എന്ന്. പക്ഷേ വാക്സിൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഇത് സ്പീഡ് കുറഞ്ഞു പോയോ ഡോക്ടർ മുരളീധരൻ? നികേഷ്, ഈ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ബഹുമാനിയായ മുൻ ആരോഗ്യമന്ത്രി ശ്രീമതി ടീച്ചർ പറഞ്ഞ കാര്യം, അതായത് നമ്മുടെ വാക്സിൻ നിർമ്മാണത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ, നമുക്കൊരു വാക്സിൻ അസംസ്കൃത വസ്തുക്കൾ നമുക്ക് ലഭ്യമാവുന്നതാണ്. അമേരിക്കയിൽ ഡിഫൻസ് പ്രൊട്ടക്ഷൻ ആക്ട്, ടീച്ചറെ സൂചിപ്പിച്ചു, ഡിഫൻസ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട് 1950 ഒരു നിയമം റിവോക്ക് ചെയ്തിട്ട് ഇപ്പൊ അവർ ചെയ്യുന്നത് വെച്ചാൽ അവിടുന്ന് വാക്സിൻ സംബന്ധമായ ഒരു സാധനങ്ങളും കയറ്റി അയക്കാൻ പാടില്ല എന്നുള്ള നിലപാട് എടുത്തിരിക്കുകയാണ്. ആലോചിച്ച് നോക്കണം, കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമ്മളോട് 500 ലക്ഷം ടാബ്ലറ്റ് ആണ്, നമ്മൾ ക്ലോറോക്കിനാണ് നമ്മൾ അമേരിക്കയിൽ കയറ്റി അയച്ചത്. അതുപോലെ അവർ മറന്നുപോയി. അപ്പൊ ഇതിന്റെ വേറൊരു വശമാണ് ചൈന ചെയ്യുന്നത്. ഞാൻ ഈ വാക്സിൻ ഉണ്ടാക്കുന്ന അവർ ചെയ്യുന്നത്, ചൈന ചെയ്യുന്നത്, അവിടെ പോകുന്ന ആളുകൾക്ക്, അവിടെ എൻ്റർ ചെയ്യുന്ന ആളുകൾക്ക് സൈനോവാക് എന്നുള്ള വാക്സിൻ എടുത്താൽ മാത്രമേ അവിടെ സന്ദർശക കൊടുക്കുന്നുള്ളൂ. അപ്പൊ അതിനർത്ഥം ഈ വാക്സിൻ നാഷണലിസം ആണ് ഇതൊക്കെ അവർ കൊണ്ടുവരുന്നത്, വാക്സിൻ ദേശീയത. ഇത് വലിയ അപകടകരമായ കാര്യമാണ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഡോക്ടർ, ഞാൻ ഇനി ചോദിച്ച ചോദ്യത്തിന് മറുപടി, അതായത് സ്വകാര്യ വിപണിയിൽ കൂടി ഇത് എത്തിക്കുക, പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയുന്നവർ വാങ്ങട്ടെന്ന്. നികേഷ്, അതൊരു വലിയ സാമ്പത്തികമായ ഒരു ഇഷ്യൂ ആണ്, ഒരു ഫിനാൻഷ്യൽ ചോദ്യമാണ്. കാരണം വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ഇന്ന് വരെ നേരത്തെ ആരോ സൂചിപ്പിച്ച പോലെ നമ്മൾ EPI എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓഫ് ഇമ്മ്യൂണിറ്റി എന്നുള്ള കാര്യം മുതൽ 1978 മുതൽ നമ്മൾ എല്ലാ വാക്സിനും സൗജന്യമായിട്ടാണ് നൽകിയിരുന്നത്. ആ ഒരു കൾച്ചർ നമ്മൾ വസുദൈവ കുടുംബകം വരെ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടപ്പാക്കണ്ടേ. അപ്പൊ അങ്ങനെ എല്ലാവർക്കും നമുക്കിപ്പോ വസുദൈവ കുടുംബകം വേണോ സ്വന്തം ജീവൻ വേണോ, ഇതാണ് പ്രശ്നം. അല്ല, രണ്ടും വേണം. നമുക്ക് ആ ഒരു കാഴ്ചപ്പാട് നമ്മളെ ഒരു സംസ്കൃതരായ ആളുകൾ നിലയ്ക്ക് രണ്ട് കാഴ്ചപ്പാട് നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകണം. ഒന്നുകൊണ്ട് മാത്രം നമുക്ക് പറ്റില്ല. ഉള്ളിലും പുറത്തും നമ്മൾ വിശുദ്ധരായിരിക്കണം, ശുദ്ധവരായിരിക്കണം. അതാണ് എന്റെ കാഴ്ചപ്പാട്. ഇപ്പോഴത്തെ പ്രശ്നം നമുക്ക് വേറൊന്നുമല്ല. ഷിറജി ലൂക്കോസ്, നമ്മൾ യുക്തിസഹമായി ഇലക്ഷൻ ഒന്നും ഇല്ലല്ലോ, എന്തിനാ രാഷ്ട്രീയമൊക്കെ പറയേണ്ട കാര്യം? ഇപ്പം നമ്മുടെ പ്രശ്നം എന്താണ്? നമുക്ക് വാക്സിൻ വേണം. നമുക്കൊരു 60% വാക്സിൻ ഉണ്ടെങ്കിൽ ഈ ഡോക്ടറൊക്കെ പറയുന്നത്, IMA ഒക്കെ പറയുന്നത് ഹേർഡ് ഇമ്മ്യൂണിറ്റി കൈവരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് 60% ആളുകളിലേക്ക് വാക്സിൻ എത്താൻ വേണ്ടി എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുക. പൊതുവിപണിയിലേക്ക് ഇത് വരട്ടെ. അതിനുവേണ്ടി പിണറായി വിജയൻ എന്ത് ചെയ്തു? അല്ല, അവിടെ പിണറായി വിജയൻ എന്തിനാ പഠിക്കുന്നത്? അതാണ് മനസ്സിലാക്കാത്ത കാര്യം. ഇവിടെ ഇതിനകത്ത് യാതൊരു രാഷ്ട്രീയമില്ല, മനുഷ്യന്റെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഒരിക്കലും രാഷ്ട്രീയം കാണേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ വാക്സിനെ കുറിച്ച് ഇന്നലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി രാജ്യത്തോട് പറഞ്ഞത് എന്താണ് നികേഷേ? എല്ലാ ഇന്ത്യക്കാർക്കും വാക്സിനേഷൻ നൽകണം, പക്ഷെ ആവശ്യത്തിനുള്ള വാക്സിൻ നമ്മുടെ കയ്യിൽ ഇപ്പോഴില്ല എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രി 24 മണിക്കൂറായാലും അദ്ദേഹം ഈ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തിട്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഇവിടെ ഇപ്പൊ US-നെ കുറിച്ച് ഇവിടെ പറഞ്ഞ ഉദാഹരണം പറഞ്ഞു. അമേരിക്കയ്ക്ക് അവരുടെ പൗരന്മാർക്ക് ഫസ്റ്റ് പ്രിഫറൻസ്, അത് കഴിഞ്ഞ് മറ്റേത് രാജ്യത്തെ ആൾക്കാർക്ക് കൊടുക്കത്തുള്ളൂ. ഫൈസർ എന്ന് പറയുന്ന വാക്സിൻ അവരുടെ രാജ്യത്തിന് വേണ്ടി ഉത്പാദിപ്പിച്ചിരുന്ന ഒരെണ്ണം പോലും അവർ പുറത്തു കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ റോ മെറ്റീരിയൽസ് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് ബാൻ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പൊ നേരത്തെ ഡോക്ടർ പറഞ്ഞ കറക്റ്റാണ്, പാരസെറ്റമോൾ പോലുള്ള മെഡിസിൻ ഈ പറയുന്ന ആദ്യഘട്ടത്തിൽ നമ്മൾ ഇന്ത്യയിൽ നിന്നും അമേരിക്കയ്ക്ക് 10 കണക്കിന് ഫ്ലൈറ്റിൽ എത്തിച്ചു കൊടുത്തു. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മളാണ് ഇന്ത്യ മാത്രമേ ഉള്ളൂ ആവശ്യം അന്യ രാജ്യങ്ങൾക്ക് കൊടുത്ത് സഹായിച്ചിട്ടുള്ളൂ. 10 കോടി വാക്സിൻ നമ്മൾ കൊടുത്തു. പക്ഷെ അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ഈ രാജ്യത്തെ ജനങ്ങൾ ഈ വാക്സിൻ ലഭിക്കാതെ കൊണ്ട് തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. കോട്ടയത്ത് ഇന്നലെയും കോട്ടയത്തും പാലക്കാടും ജനങ്ങൾ പാനിക്കായി. എന്താ കാരണം? പ്രധാനമന്ത്രിയുടെ വാക്കിനുണ്ടൊരു പ്രാധാന്യം. അദ്ദേഹം പറഞ്ഞു വാക്സിനേഷൻ ആവശ്യത്തില്ല. കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വളരെ ഓപ്പണായിട്ട് പറഞ്ഞു 2 ലക്ഷമേ ഞങ്ങളുടെ സ്റ്റോക്ക് ഉള്ളൂ. സത്യസന്ധമായിട്ട് കാര്യം പറയട്ടെ, ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു വാക്സിനേഷൻ സെന്ററിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ വാക്സിൻ ഇല്ലാതെ വരുമ്പോൾ വരുന്ന ജനങ്ങളുടെ പ്രതികരണം ഭയാനകമായിരിക്കത്തില്ലേ? പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ. എന്നാൽ കേന്ദ്ര സഹമന്ത്രി അതൊക്കെ മാനേജ് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരല്ലേ ഷിറജി ലൂക്കോസ്? കോട്ടയത്ത് കുറെ ആളുകൾ ക്യൂ നിൽക്കുക, അവർക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നോക്കാതിരിക്കുക.
നിങ്ങളാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. നിങ്ങൾ കള്ള് കച്ചവടത്തിന് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തിയവരാണല്ലോ. അങ്ങനെയൊന്നുമല്ല, ആ രീതിയിലല്ല അതിനെ വർണ്ണിക്കേണ്ടത്. അതിനകത്ത് വളരെ കൃത്യമായ രീതിയിൽ അവിടെ പറഞ്ഞിരുന്നു, നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ എടുക്കണം. പക്ഷെ ജനങ്ങൾ വരാനുള്ള കാരണം ജനങ്ങൾ പാനിക്കായി. കാരണം ജനങ്ങൾ പാനിക്കായത് 50 ലക്ഷം വാക്സിൻ ആവശ്യമുണ്ട്, നമ്മുടെ കയ്യിൽ ആകെ 2.5 ലക്ഷം ഉള്ളൂ എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞതാണെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. അല്ല, ഞാനൊരു മറുപടി പറയട്ടെ. അത് നമ്മളുടെ ആരോഗ്യമന്ത്രി അത് പറഞ്ഞു. അത് അങ്ങനെ അവർ പറഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ കേരളത്തിൽ ഇന്നലെ ഇന്നുമായിട്ട് എന്തെല്ലാം വിഷയം ഉണ്ടായത്? 55 ലക്ഷം വാക്സിൻ കേന്ദ്രത്തോട് ചോദിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ ഈ കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത് 5.5 ലക്ഷമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ BJP നേതാക്കന്മാര്, കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ സ്വന്തം സംസ്ഥാനമായ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു കേന്ദ്ര സഹമന്ത്രി കേരളത്തിന് 50 ലക്ഷം ഡോസ് വാക്സിൻ വേണമെന്ന് പറയുമ്പോൾ ഭള്ളു പറയാണ്. സ്വന്തം സംസ്ഥാനത്തിന്റെ ഒരു ആവശ്യം ആരോഗ്യമന്ത്രി പൊതുപ്രസ്താവനയോട് പറയുമ്പോൾ കേരളത്തെ ഭള്ളു പറയാണ് വിദേശകാര്യ. അതുകൊണ്ടാണ് പറഞ്ഞത് മുരളി നമ്മുടെ നാട്ടിന്റെ ശത്രുവാണോ എന്ന്. മനസ്സിലാകും നികേഷ്. റെജി ലൂക്കോസ് പറയുന്നത് എനിക്ക് മനസ്സിലാകും, പക്ഷേ നികേഷ് പറഞ്ഞ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ മുരളീധരന്റെ പത്രസമ്മേളനം പൂർണ്ണമായി കേട്ടതാ. എന്താ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോ കഴിഞ്ഞ ഒരാഴ്ച കേരളം ചെയ്തിരിക്കുന്ന 1,20,000 ഡോസാണ്. 2 ലക്ഷം ഡോസ് സ്റ്റോക്ക് ഉണ്ട് എന്ന് പറഞ്ഞ ഒരാഴ്ചക്കുള്ളിലുണ്ട്. 4 ദിവസം കൂടുമ്പോഴാണ് കേന്ദ്രം വിതരണം ചെയ്യാറ്. 6.5 ലക്ഷം ഡോസ് വിതരണം ചെയ്യാനുള്ളത് ലഭ്യമായിരുന്ന സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 4 ദിവസം കൊണ്ട് 6.5യും 2 8.5 ലക്ഷം രൂപ, 8.5 ലക്ഷം നമ്മുടെ കയ്യിലുണ്ട്. മാത്രമല്ല നികേഷ്, ഞാൻ എന്റെ മുമ്പിലിരിക്കുന്ന മറ്റൊരു വാർത്തയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ 16-ാം തീയതി സംപ്രേഷണം ചെയ്തിരിക്കുന്നതാ. കേരളത്തിലെ വാക്സിന്റെ മെല്ലപ്പോക്കിനെ കുറിച്ചാണ്. ഇതിൽ കണക്ക് സഹിതം പറഞ്ഞിരിക്കുന്നു. 130 കേന്ദ്രങ്ങളിലായിട്ട് 100 വീതം ആരോഗ്യ പ്രവർത്തകർ, അങ്ങനെ 13,300 ടാർഗറ്റ് ചെയ്തത് കേരളത്തിൽ 9,000. കേന്ദ്ര ആരോഗ്യമന്ത്രി വാക്സിൻ വിതരണത്തിൽ പ്രശംസിച്ച ഏക സംസ്ഥാനം കേരളമാണ്. ഒരു ഭാഗത്ത് വാക്സിൻ ഉപയോഗശൂന്യമാക്കുന്നതിൽ ഒരു വിഭാഗം സംസ്ഥാനങ്ങൾ, പൂർണ്ണമായും ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ചൂണ്ടിക്കാണിച്ചത് കേരളത്തെ മാത്രമാണ്. കേരളം ഒരു തട്ടിലും ബാക്കിയുള്ള ത്രാസില് മുഴുവൻ സംസ്ഥാനങ്ങളും ഉപയോഗശൂന്യമാക്കുന്നതിൽ, വാക്സിൻ ഉപയോഗശൂന്യമാക്കുന്നതിൽ മത്സരിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങൾ. നമ്മൾ രണ്ടാളും പറഞ്ഞ 2 കാര്യമാണ്. വാക്സിൻ നഷ്ടപ്പെടുത്താത്ത സംസ്ഥാനമാണ് കേരളത്തിൽ. അത് ഞാൻ നേരത്തെ പറഞ്ഞു. കേരളത്തില് കോവാക്സിൻ ആപ്പ് പ്രയോഗിക്കുന്ന കാര്യത്തിൽ കേരളം കാണിച്ച അനാസ്ഥയാണ് ഈ അനാവശ്യമായി വാക്സിൻ തള്ളിക്കയറ്റത്തിനിടയാക്കിയത് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല ഒന്നാം വ്യാപനം അടങ്ങിയ ഘട്ടത്തിൽ ആർക്കും വാക്സിന് പോകേണ്ടതില്ലായിരുന്നു. ഏപ്രിൽ 1 ഞാനൊരു മെഡിക്കൽ കോളേജിലെ വാക്സിൻ കേന്ദ്രത്തിൽ പോയപ്പോൾ 2 മണിക്ക്, ഉച്ചയ്ക്ക് 2 മണിക്കാണ് പോകുന്നത്. രാവിലെ മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ 8 പേരെയാണ് അവർക്ക് ആകെ കിട്ടിയത്. ഒരു രജിസ്ട്രേഷൻ വേണ്ട, ഒന്നും വേണ്ടായിരുന്നു. അപ്പോൾ കോവിഡ് തീർന്നു എന്ന് കണ്ടപ്പോൾ നമുക്ക് ആർക്കും വാക്സിൻ വേണ്ട. ഇപ്പോൾ കോവിഡ് 2ാമതും വരുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ തള്ളിക്കയറുന്നു. അതാണ് മനുഷ്യൻ്റെ രീതി എന്നാണ് ഡോക്ടർ മുരളീധരൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മെല്ലെപ്പോക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ എല്ലാവരുടെയും കുഴപ്പമാണ്. തീർച്ചയായിട്ടും നികേഷ്, ഇത് തന്നെയാണ് ഞാൻ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു കാലഘട്ടത്തിൽ PP കിറ്റ് ഇറക്കുമതി ചെയ്ത രാജ്യമായിരുന്നു ഭാരതം. ഒരു അവസരം നമ്മൾ നേരിടേണ്ടി വന്നപ്പോൾ ഇന്ന് ലോകത്തിന് ആവശ്യമായ PP കിറ്റ് ഉൽപ്പാദിപ്പിച്ച് നൽകുന്ന രാജ്യമായി ഇന്ത്യ മാറി. ഏറ്റവും കുറഞ്ഞ കാലഘട്ടത്തിൽ വാക്സിൻ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത രാജ്യമായി ഇന്ത്യ മാറി. ഇതൊന്നും അറിയാതെ ഇവിടെ ചിലർ പറഞ്ഞിരുന്നു ഞങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കളയും, ഞങ്ങളങ്ങ് ക്യൂബയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് കളയും എന്നൊക്കെ പറഞ്ഞവർക്ക് ഇപ്പൊ യാഥാർത്ഥ്യത്തോട് അടുക്കുമ്പോൾ പരാജയം വാങ്ങിയപ്പോൾ അതിനെ നേരിടുന്നതിന്, കുറ്റപ്പെടുന്നതിന് പകരം കേന്ദ്രവുമായി യോജിച്ചു നിൽക്കാനുള്ള മനസ്സാണ് ഈ പാൻഡിക്. യഥാർത്ഥത്തിൽ നിങ്ങളെല്ലാം കൂട്ടിക്കൊഴിച്ച് പറയുകയാണ്. ക്യൂബയിൽ നിന്ന് PP കിറ്റ് ഇറക്കുന്നൊന്നും അല്ല പറഞ്ഞത്. ആ സമയത്ത് കോവിഡിന് മരുന്നില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ വാക്സിൻ ഇല്ലാത്ത സമയത്ത് അവിടെ ആ നിലയിലുള്ള എന്തെങ്കിലും ലഭ്യമാണോ എന്നുള്ള പരിശോധന നടത്തുമെന്നുള്ളതാണ് ഒന്ന്. 2, ഇന്ന് കെ സുരേന്ദ്രൻ ചോദിക്കുന്നത് കേട്ടു, നിങ്ങൾ ഇവിടെ വാക്സിൻ ഉണ്ടാക്കുമെന്നല്ലേ പറഞ്ഞത്, അമ്മാതിരി തള്ളി ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞത്. കോവിഡിന് വാക്സിൻ ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ തടസ്സങ്ങളെക്കുറിച്ചാണ് നേരത്തെ ഡോക്ടർ മുരളീധരനും ഒപ്പം ശ്രീമതി ടീച്ചറും ഒക്കെ പറഞ്ഞത്. അല്ല, അതിലൊന്നും ഒരു തർക്കം ഉണ്ടായില്ല. പകരം ശ്രീമതി ടീച്ചർ നേരത്തെ പറഞ്ഞതിനെ ഞാൻ പറഞ്ഞത്. കെ സുരേന്ദ്രൻ എന്താ പറഞ്ഞിരിക്കുന്നത്? കേരളത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പാനിക് കേന്ദ്രത്തിന്റെ തലയിൽ ചവിട്ടി വെച്ച് കേരളത്തെ രക്ഷപ്പെടുന്നത് ശരിയല്ല.
ഈ ഭയാനകമായ ഭീകരമായ സിറ്റുവേഷനിൽ മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്ന മാതിരി കേന്ദ്രവുമായി സഹകരിച്ചുകൊണ്ട് ഈ പാനിക് സിറ്റുവേഷന് ജനങ്ങളെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അകാരണമായ ഭയം ഉണ്ടാക്കരുത്. കോട്ടയം സംഭവിച്ചതുപോലെ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവിൽ അടികൂടുന്ന അവസ്ഥ, അവർ കൂട്ടം കൂടുന്ന അവസ്ഥ, അത് കൂടുതൽ ശക്തമായി പകരുന്ന അവസ്ഥ ഭരണകൂടങ്ങളെങ്കിലും ഉണ്ടാക്കരുതെന്ന കാര്യത്തിൽ എന്താ തെറ്റുള്ളത്? മാത്രമല്ല മുരളീധരൻ എന്താ പറഞ്ഞത്? അവിടെയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കേരളത്തിന് ആവശ്യമായ ഡോസ് തരില്ലെന്ന്. 6.5 ലക്ഷം 4 ദിവസത്തിനകം വിതരണം ചെയ്യും. ഓൾറെഡി 2 ലക്ഷം ഡോസ് കൈവശമുണ്ട്. ഇത് കേരളത്തിന്റെ ആവശ്യത്തിന് പര്യാപ്തമാണ്. മാത്രമല്ല താങ്കൾ നേരത്തെ പറഞ്ഞ വിഭിന്നമായി ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾക്ക് എത്ര സംവിധാനങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്? ICU സംവിധാനങ്ങൾ, അവരുടെ മറ്റ് സംവിധാനങ്ങൾ, കിടക്കകൾ, എന്തിന് നമ്മുടെ റെയിൽവേ ബോഗികൾ പോലും ആശുപത്രികളാക്കി മാറ്റാനുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയ ഒരു ഗവൺമെന്റ് അല്ലേ കേന്ദ്രം? പകരം സംസ്ഥാന ഭാഗത്തുനിന്നുണ്ടായി കേന്ദ്രം നൽകിയിരിക്കുന്ന ആപ്പുകൾ പോലും ഉപയോഗിക്കുന്നതിന്. ഇപ്പോ കഴിഞ്ഞ ദിവസം കേരള കൗമുദിയുടെ ലേഖകൻ തിരുവനന്തപുരം കോളേജിൽ അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞു. കേന്ദ്രം നൽകിയിരിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പോലും കഴിയാത്ത, പരിശീലിപ്പിക്കാൻ പോലും കഴിയാതെ അദ്ദേഹം നേരിട്ട് ദുരവസ്ഥയെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചു. ഇത് സത്യത്തിൽ ഈ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടിയിരുന്ന കേരളം കുറ്റകരമായ അനാഥ നടത്തിയത് മൂടി വെക്കാനാണോ? ഇതൊക്കെ മുരളീധരനെ ഒറ്റപ്പെടുത്തി ഷുക്കൂർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 2ാം വ്യാപനം എന്ന് പറയുന്നത് 1ാം വ്യാപനത്തെക്കാൾ ഭയാനകമായിട്ടുള്ള കാര്യമാണ്. ഓർമ്മയുണ്ടല്ലോ, ഇന്നത്തെ പ്രതിദിന കോവിഡ് ബാധ പോലും ഒരുപക്ഷെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിദിന കണക്കും ഈ രാജ്യത്തിൻ്റെ ഉയർന്ന കണക്കാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരാകുന്നവരുടെ രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വി മുരളീധരൻ്റെ വർത്തമാനത്തിനൊക്കെ അതേ നിലയിൽ ഞാൻ മറുപടി പറയാൻ പോയാൽ അത് ഇന്നത്തെ ഒരു പൊതു സാഹചര്യം മലീമസമാക്കും. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംഘർഷത്തിനിടയാക്കുന്ന ഒരു വർത്തമാനങ്ങൾക്കപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും പോസിറ്റീവായി ഷുക്കൂർ? അല്ല, ഇതിനകത്ത് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. ശ്രീ ജയേന്ദ്രൻ മാസ്റ്ററും ശ്രീ റെജി ലൂക്കോസ് അടക്കം ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു വിവാദമാക്കി വന്ന് ഭയാശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ജനങ്ങളുടെ ഭയാശങ്ക കൂടിയാണ്. കാരണം കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്നു എന്ന് വരുമ്പോൾ ഭയാശങ്ക വളരെ വലുതാകും, ഭീകരമാകും. അതിന്റെ ദുരന്തം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെല്ലാം അപ്പുറമാണ്. അപ്പൊ എത്ര ന്യായീകരണം നടത്തിയാലും രണ്ടു കൂട്ടരും, കേന്ദ്രവും സംസ്ഥാനവും, എന്ത് ന്യായീകരണം നടത്തിയാലും ഇത് ശരിയല്ല. കേന്ദ്ര ഗവൺമെന്റ് എങ്ങനെയും വാക്സിൻ കൊടുക്കാനുള്ള നടപടിയിലേക്ക് പോകണം, അല്ലാതെ അതിനകത്ത് കണ്ടീഷനിലേക്ക് വരികയല്ല. മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നമ്മുടെ കാലഘട്ടത്തിൽ ഇവിടെ മുരളീധരൻ ഡോക്ടർ പറഞ്ഞില്ലേ, എത്രയോ വർഷമായി, ഞാനത് തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എത്രയോ വർഷമായി നമ്മൾ ഇങ്ങനെ ജനങ്ങൾക്ക് ആവശ്യമായ വാക്സിൻ വേണ്ടി വരുമ്പോൾ രോഗപ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി അത്തരത്തിൽ ആവശ്യമായ ഒന്നായി കണ്ടുകൊണ്ടാണ് പോകുന്നത്. അവിടെ ഒരു കണ്ടീഷനും ഇല്ല, ഒരു തരത്തിലുള്ള മറ്റൊരു വിവേചനവും ഇല്ല, എല്ലാവർക്കും കൊടുക്കുക. ഇനിയിപ്പോ ശ്രീ നികേഷ് ഇവിടെ പറഞ്ഞു, എന്താ സ്വകാര്യ മേഖലയിൽ വന്നാൽ വരട്ടെ, വന്നോട്ടെ, അത് വില കൊടുത്ത് വാങ്ങുന്നവർ വന്നോട്ടെ. പക്ഷേ നിർലോഭമായി ഈ സാധനം വാക്സിൻ ഇവിടെ എത്തുന്നു, ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ബോധം, അത്തരം ബോധത്തിലേക്ക് വരുമ്പോഴാണ് ജനങ്ങൾ ഏത് പ്രതിസന്ധിയെ നേരിടാനുള്ള കരുത്താർജിക്കുന്നത്. ഇവിടെ രണ്ടു കൂട്ടർ ഇത്തരത്തിലേക്ക് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടം ഇങ്ങനെ പറയുമ്പോഴാണ് ജനങ്ങൾ ഭയാശങ്കയില് അവരുടെ എല്ലാ മനസ്സിലുള്ളതും നഷ്ടപ്പെട്ട് മറ്റൊരവസ്ഥയിലേക്ക് പോകുന്നത്. അത് വലിയ ദുരന്തം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിനാണ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഭരണകൂടം ശ്രമിക്കുന്നത്. മുരളീധരൻ അതിന്റെ ഭാഗമാകുന്നത്, ഇവിടെ ജയേന്ദ്ര മാസ്റ്റർ വന്നിരുന്ന് ന്യായീകരിക്കുന്നത്, ഇവിടെ റെജി ലൂക്കോസ് ന്യായീകരിക്കുന്നത്. ഇത് ശരിയല്ല. ഇത് ഒരു ഗവൺമെന്റുകൾക്ക്, ഉത്തരവാദിത്തമുള്ള ഗവൺമെന്റുകൾക്ക് ചെയ്യേണ്ട കാര്യമല്ല ഇപ്പോൾ പറയുന്നത്. നേരത്തെ ശ്രീ റെജി ലൂക്കോസ് ഈ ഓക്സിജന്റെ ലഭ്യതയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആ ഘട്ടത്തിൽ തടഞ്ഞത് വാക്സിൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ നമ്മൾ പെട്ടെന്ന് മറികടന്ന് പോകേണ്ടതില്ല എന്ന് കരുതിയിട്ടാണ്. നോക്കൂ, ഇന്ന് ഇന്ത്യയിലെ ആശുപത്രികളിൽ ഓക്സിജൻ ലഭ്യതയില്ല. ഗുരുതരമെന്ന് പറയട്ടെ, കഴിഞ്ഞ ദിവസത്തെ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ 18 മിനിറ്റിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓക്സിജൻ ലഭ്യതയുടെ കുറവ് തന്നെയാണ്. നാണമില്ലേ നമ്മുടെ സർക്കാരിന് അങ്ങനെ പറയാൻ? ഇത്രയും വലിയ ഒരു മഹാമാരി കഴിഞ്ഞ് 1 വർഷം കിട്ടിയിട്ടും
ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം യോഗ്യനാണോ? ഇപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ കയ്യിൽ വേണ്ടത്ര ഓക്സിജൻ ഇല്ല എന്ന് പറയുന്നത് ഇന്ത്യ പോലെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ചേർന്നതാണോ സാർ? എന്നോടാണോ എൻ്റെ ചോദ്യം? അദ്ദേഹത്തിന്റെ ഒരു ഭാഗം മാത്രം എടുത്ത് പറയണ്ട. പറഞ്ഞോളൂ ജയേന്ദ്ര മാസ്റ്റർ. അല്ല, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രമായിട്ട് എടുത്ത് നികേഷ് പറയണ്ട. അതല്ലാതെ ജയേന്ദ്ര മാസ്റ്ററെ ആ പ്രസംഗത്തിൽ വേറെ എന്താ ഉള്ളത്? ഓക്സിജൻ വേണ്ടത്ര ഇല്ല എന്ന് പറയുന്നതാണ് ഞാൻ ഓർത്തു വെക്കുന്ന അതിനകത്തുള്ള ഒരു പോയിന്റ്. ഇതാ ഏതാണ്ട് ഇതേ സമയം തന്നെയാണ്, 8:45. വേറെ എന്താ അങ്ങ് ഓർത്തിരിക്കുന്നത് ആ പ്രസംഗത്തിൽ? വേറെ എന്താ ആ പ്രസംഗത്തിൽ ഉള്ളത്? അല്ല, നികേഷിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി കേരളത്തിലെ പെസോയുടെ തലവൻ എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കാം നികേഷേ. 74.25 മെട്രിക് ടൺ ആവശ്യമുണ്ട് കേരളത്തിൽ ഓക്സിജൻ. 510 മെട്രിക് ടൺ കേരളത്തിൽ സ്റ്റോക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ രാജ്യത്ത് പലയിടത്തുമായിട്ട് ഇത് സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഒന്നാം വ്യാപന ഘട്ടത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളുടെ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചാൽ താങ്കൾക്കറിയാം, കേരളത്തിൽ വ്യാവസായികാടിസ്ഥാനത്തിൽ നമ്മൾ ഓക്സിജൻ നിർമ്മാണം തുടങ്ങിയത് ഈ കോവിഡ് കണ്ടുകൊണ്ടാണ്. ആ സുരക്ഷിതത്വ ബോധമാണ് നമ്മളെ ഇപ്പോൾ ഓക്സിജൻ ക്ഷാമമില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റിയത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അല്ല, ഇന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞത് നേരെ തിരിച്ചാണല്ലോ നികേഷ്. കേരളം അതും ലഭ്യമല്ല എന്ന് പറഞ്ഞ് ഭീതി വരുത്തതിനെ കുറിച്ച് അദ്ദേഹം കണക്കുകൾ വെച്ച് പറഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി അങ്ങനെ മുരളീധരനോട് ദയാഭാഗ്യം കാണിക്കുന്ന ഒരാളാണോ? സംസാരത്തിൽ കടക്കുപുറത്ത് നികൃഷ്ടജീവി പരനാറി എന്നൊക്കെ പറയുന്ന ആള് ഉത്തരം മുട്ടിയത് കൊണ്ടല്ലേ അദ്ദേഹം മുരളീധരനോട് പറയാൻ വാക്കുകളില്ലെന്ന് പറയുന്നത്? അല്ലോട് ഔദാര്യം കാണിക്കുന്ന ആളാണോ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് തോന്നിയിട്ടുണ്ടോ നികേഷിന്? എന്റെ രാജ്യത്തിന്റെ സ്ഥിതിയിൽ ഞാൻ വലിയ നിലയിൽ ദുഃഖിതനാണ് ശ്രീ ജയേന്ദ്ര മാസ്റ്റർ. ഇന്ന് നാസിക്കിലെ ആശുപത്രിയിലെ ദൃശ്യങ്ങൾ താങ്കൾ കണ്ടിട്ടില്ലെങ്കിൽ മൊബൈലിലൊന്ന് അടിച്ചു നോക്കൂ. വളരെ ഗുരുതരമായ ഒരു സ്ഥിതി. ഒരു ആശുപത്രിയിൽ ഓക്സിജൻ നിറക്കുന്നതിനിടെ ഓക്സിജൻ ഇങ്ങനെ പടർന്നു കയറുന്നു, ആ ആശുപത്രി മുഴുവൻ ആയി. മാത്രമല്ല അവിടെ 22 പേർക്ക് ഓക്സിജൻ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതാ നോക്കൂ, ആ ദൃശ്യങ്ങളാണ് ഇത് കാണുന്നത്. ഇതാണ് ഈ രാജ്യത്താണ് ഞാൻ ജീവിക്കുന്നത്. നമ്മൾ വേറെയല്ലോ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒന്നാം തരംഗത്തിലോ രണ്ടാം തരംഗത്തിലോ ലോകത്തിലെ ഏറ്റവും അവികസിത രാജ്യത്തിൽ കണ്ടിട്ടുള്ള ദൃശ്യമാണോ നമ്മളിത്? അല്ല, നാസിക്കിലെ ഈ ദുരവസ്ഥയിൽ സങ്കടപ്പെടുന്ന താങ്കൾക്ക് കോവിഡ് രോഗിയെ ബലാത്സംഗം ചെയ്ത കേരളത്തെ കുറിച്ച് അപമാനം തോന്നില്ല? കേരളത്തില് കോവിഡ് ആപ്പ് ഉപയോഗിച്ച് രണ്ട് മനുഷ്യന്മാരെ തമ്മിലുള്ള പ്രശ്നമല്ലേ സാറേ? ഇത് അടിസ്ഥാന സൗകര്യത്തിന്റെ വിഷയമാണ്, ഇത് തയ്യാറെടുപ്പിന്റെ വിഷയമാണ്. ഇത് കാണാതെ പോവുകയും നാസിക്കിലെ വേദന മാത്രം കാണുകയും ചെയ്യുന്നതാണ് കേരളത്തിന്റെ പാതകം. ഇന്ന് കോട്ടയത്ത് സാർ പോലീസുമായി അടിപിടി കൂടുന്ന അവസ്ഥയിലെത്തിയത് എവിടെയാ? അതെവിടെയാ? അതെന്തുകൊണ്ടാ? കേരളത്തിൽ തന്നെയല്ലേ ഒരു കോവിഡ് രോഗിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു? അത് രണ്ട് മനുഷ്യന്മാർ തമ്മിലുള്ള പ്രശ്നമല്ലേ സാറേ? അതെങ്ങനെയാണ് ഈ അടിസ്ഥാന സൗകര്യത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നമുക്ക് കോട്ടയത്ത് നടന്ന എന്താ? കേന്ദ്രം വേണ്ടത്ര രീതിയിൽ വാക്സിൻ നൽകാത്തത് കൊണ്ട് ആളുകൾ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലെത്തി. നികേഷ്, നമ്മൾ ജീവിക്കുന്നത് ഒരു പുതിയ യുഗത്തിലല്ലേ? എന്തുകൊണ്ടാണ് ഇത്തരം ആളുകൾ വരണമെന്ന് മുൻകൂട്ടി ആപ്പിലൂടെ ചെയ്തുകൊണ്ട് ഇനി ആളുകൾ വരണം എന്ന് സംവിധാനം നമ്മുടെ രാജ്യത്തില്ലേ? നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു പരിഷ്കൃത സമൂഹത്തിലല്ലേ? വിവര സാങ്കേതിക വിദ്യ എത്രമാത്രം വികസിച്ചു. താങ്കൾ തന്നെ പറഞ്ഞു, കള്ള് വിൽക്കുന്നവൻ ആപ്പ് വിജയിപ്പിച്ച സംസ്ഥാനത്ത് കോവിഡ് രോഗികൾക്ക് ഇത് വിതരണം ചെയ്തതിൽ കഴിയില്ല എന്നുള്ളത് നമ്മൾ ലജ്ജിക്കേണ്ടത് നാസിക്കിനെ കുറിച്ചാണോ? കിടക്കയുടെ അഭാവം ഇപ്പോഴും നമ്മൾ തുടരുന്നു. ആശുപത്രികളുടെ അഭാവം തന്നെ നമുക്കുണ്ട്. ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, വൻ നഗരങ്ങളിൽ നമ്മളൊരു കോവിഡ് കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഈ അപര്യാപ്തതകൾ ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. പട്ടിണി രാജ്യമാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അല്ല നികേഷ്, ഇവിടെ ജയേന്ദ്ര മാഷ് പറഞ്ഞത് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്റെ ജയേന്ദ്ര മാഷെ, ഗോവയ്ക്ക് പിന്നെ അവിടെ ഓക്സിജൻ ഇല്ല വന്നിട്ട് സപ്ലൈ ചെയ്തത് 9,600 മെട്രിക് ടൺ ഓക്സിജൻ ഈ കഴിഞ്ഞ 12 മാസം കൊണ്ട് ഈ രാജ്യം വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തു. ഇന്ന് ഈ മഹാരാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മരിച്ചത് 2,400 ഇന്ത്യക്കാരാ. അതിൽ 32% ആളുകൾ മരിച്ചത് ഓക്സിജൻ ഇല്ലാണ്ട. 30-40 യുവാക്കള് അതിനകത്ത് നിരവധി പേര് മരിച്ചുപോയി. നിങ്ങൾ ഈ രാജ്യത്തോട് എന്തൊക്കെ അഭിസംബോധന ചെയ്യുന്നത്? ഏറെ ബഹുമാനെ അല്ലല്ല, നിങ്ങൾ പ്ലീസ്, ഏറെ ബഹുമാനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞത് തന്നെ ഒരു പാനിക്കായ സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞത്? നമുക്ക് വാക്സിൻ എല്ലാവർക്കും കൊടുക്കണം, ആവശ്യത്തിനുള്ള ഇല്ല.
ഓക്സിജൻ കൊടുക്കണം, ആവശ്യമുള്ളതില്ല, പദ്ധതികൾ ഉടനെ ആവിഷ്കരിക്കും ഓക്സിജൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ബഹുമാനായ പ്രധാനമന്ത്രി ഇന്നലെ ഈ ദയനീയമായ അവസ്ഥയിൽ ഒരു മഹാമാരിയിൽ ദുരന്തത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന 135 കോടി ജനങ്ങളോട് അഭിസംബോധന ചെയ്യേണ്ടത് നികേഷ് കുമാർ പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമല്ലേ? കോട്ടയത്ത് നടന്നത് എന്തുകൊണ്ടാ? നിങ്ങളുടെ കേന്ദ്ര സർക്കാരിന്റെ അലംഭാവം കൊണ്ടല്ലേ ഞാനിരിക്കുന്ന ഈ കോട്ടയത്ത് നിന്ന് ജനങ്ങൾ പാനിക്കായിട്ട് തമ്മിലടി ഉണ്ടാക്കിയത്? ജനങ്ങൾ ഭയത്തിലും ഭീതിയിലും ജീവിക്കുന്നത്. ആശുപത്രികളുണ്ടോ? നിങ്ങൾക്ക് കിടക്കയുണ്ടോ? ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ വെന്റിലേറ്റർ ഉണ്ടോ? എവിടെയെങ്കിലും രോഗികളെ മറവ് ചെയ്യാനായിട്ടുള്ള ശ്മശാനങ്ങൾ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടോ? 1 വർഷക്കാലം കൊണ്ട് ഈ രാജ്യത്ത് 100 കിടക്കകൾ പോലും ആശുപത്രികളിൽ നിർമ്മിക്കാത്ത നിങ്ങൾ കേന്ദ്ര സർക്കാർ, നിങ്ങൾ എന്ത് വാദഗതി പറഞ്ഞുകൊണ്ടാണ് ന്യായീകരിക്കുന്നത്? നിങ്ങൾ ഈ സമയത്താണ് നിങ്ങൾ രാഷ്ട്രീയം പറയുന്നത്. അവിടെ കേരള സർക്കാർ മാതൃകയാണ്, ലോകത്തിന് ഇന്ത്യക്കല്ല മാതൃക. ഇപ്പോഴും ഇന്നും മുഖ്യമന്ത്രി പറഞ്ഞു 2,50,000 കിടക്കകൾ റെഡിയാണ് രോഗികൾ വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ തന്നെ 1.5 ലക്ഷം രോഗികളെ കിടത്തിൽ ചികിത്സിക്കുന്നു ഈ സംസ്ഥാനം. ഇവിടുത്തെ മരണസംഖ്യ 0.1% മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാ ആ സംസ്ഥാനത്തെ ഇവിടെ നിന്ന് പോയ ഒരു മലയാളിയായ മഹാരാഷ്ട്രയിൽ നിന്നാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് പോയിരിക്കുന്നത്. ഒരു മന്ത്രി കേരളത്തിനെ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾക്ക് വേണേ പണം കൊടുത്ത് വാങ്ങിച്ചോളാൻ. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളെ കേൾക്കുന്ന അതിനകത്ത് രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെയൊക്കെ ജീവനാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയോ, തീവട്ടിക്കൊള്ള ഇന്ധനത്തിൽ നടത്തുന്ന പോലെ തന്നെ മറ്റൊരു തീവട്ടിക്കൊള്ളയാണ് വാക്സിൻ. വളരെ നന്ദി ഷുക്കൂർ, ഡോക്ടർ മുരളീധരൻ, ജയേന്ദ്രൻ മാസ്റ്റർ. നന്ദി, നമസ്കാരം.